കർത്താവേ, അങ്ങയുടെ മഹാസ്നേഹത്തിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. We thank you for your great love, Jesus. കുടുംബങ്ങളായിട്ട് വ്യക്തികളായിട്ട് ഞങ്ങളെ എല്ലാവരെയും കഴിഞ്ഞ മാസങ്ങളിൽ അങ്ങ് അവിടെ ഇവിടങ്ങളിൽ സൂക്ഷിച്ചു. അങ്ങയുടെ വലിയ സൂക്ഷിപ്പിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. Thank you for your great protection over all of us. കർത്താവാണ് ഞങ്ങളെ സംരക്ഷിച്ചതെന്ന് ഞങ്ങൾ അറിയുന്നു. We know that it was Jesus who protected us. ഇന്ന് രാവിലെയും കഴിഞ്ഞ രാത്രിയിലും കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ ഈ മിഷൻ യാത്രകളിൽ ആയിരുന്നപ്പം ഞങ്ങളുടെ കൂടെ അവിടുത്തെ കരമുണ്ടായിരുന്നതിനായിട്ട് സ്തോത്രം. In this mission travel, we thank you that your hand of protection was on us. ഞങ്ങളുടെ കുടുംബങ്ങളെല്ലാം ഒരുമിച്ച് കൂടുമ്പോൾ ഞങ്ങളുടെ ഇടയിലുള്ള ആ ഒരു വലിയ സന്തോഷത്തിനായിട്ട് നന്ദി പറയുന്നു കർത്താവേ. Thank you for the joy that we have when we all join together, Lord. പല സഭാ സമുദായങ്ങളിൽ പല മാതാപിതാക്കളാൽ പലയിടങ്ങളിൽ ജനിച്ചപ്പെട്ട ഞങ്ങൾക്ക് എല്ലാവർക്കും യേശുവിൻ്റെ ആ പൂർത്തീകരണ പ്രവൃത്തിയുടെ സത്യം അറിഞ്ഞ് ഒരു കൊടക്കീഴിലാകാൻ കർത്താവ് തന്നതിനായിട്ട് നന്ദി പറയുന്നു കർത്താവേ. Thank you that we are under the umbrella of the finished work. We are from different communities, but we all come together in love. മാഞ്ചസ്റ്റർ ദേശത്ത് അങ്ങയുടെ മഹത്വത്തെ അങ്ങ് അയക്കുന്നതിനായിട്ട് നന്ദി. Thank you for the glory that you're sending to Manchester. അവിടെ നയിച്ച മഹത്വം ഇന്ന് ഇവിടെ വെളിപ്പെടുന്നതിനായിട്ട് നന്ദി. Thank you for the glory which is being revealed here യേശു today. പൂർത്തീകരിച്ച പ്രവൃത്തിയുടെ മുഴുവൻ വെളിപ്പെടലും ഈ ദേശത്ത് വെളിപ്പെടുന്നതിനായി സ്തോത്രം. Thank you that the finished work of Christ is going to be revealed in UK. ഒരു ദേശത്തിന് വേണ്ടി മുഴുവനുള്ള സ്പിരിച്വൽ കവറേജ് ഞങ്ങൾ ഏറ്റെടുക്കുന്ന കർത്താവേ. We take the spiritual coverage for the entire UK. ഒരു ദേശം മുഴുവനുള്ള ആ ഒരു ആത്മീയ സംരക്ഷണ വലയം ഞങ്ങൾ സ്വീകരിക്കുന്നു. We accept the spiritual protection for the whole country. ഞങ്ങൾ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് തെക്ക് വടക്ക് പടിഞ്ഞാറ് കിഴക്ക് 4 ദിക്കിലേക്കും പരിശുദ്ധാത്മാവിന്റെ മഹനീയ സാന്നിധ്യത്തിന്റെ അളവിനെ പ്രഖ്യാപിക്കുന്നു. We declare the presence of the Holy Spirit in all parts of UK. ഓരോ ദിക്കുകളിൽ നിന്നും അനേകർ കർത്താവിന്റെ സ്നേഹത്തിലേക്ക് വരട്ടെ. Let many come from different directions to the love of Christ. Thank you Jesus. Thank you Jesus. Hallelujah. 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 യേശുവേ ആരാധന. Thank you Jesus. കർത്താവേ ആരാധന. Thank you Lord. യേശുവേ സ്തുതി. We give you glory. Hallelujah. Hallelujah. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് യേശുവേ ആരാധന. Lift your hands and കർത്താവേ say സ്തുതി. Thank Hallelujah. you. Hallelujah. 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 യേശുവേ നന്ദി. Hallelujah. യേശുവേ ആരാധന. Thank you Jesus. യേശുവേ നന്ദി. Thank you Jesus. മഹാസ്നേഹത്തിനായിട്ട് നന്ദി. Thank you for the great വലിയ love. കൃപയ്ക്കായിട്ട് നന്ദി. Thank you. സ്നേഹത്തിനായിട്ട് നന്ദി. Thank you for your love. പരിപാലനത്തിനായിട്ട് നന്ദി. Protection. തല ഉയർത്തിയതിനായിട്ട് നന്ദി. Thank you be able to lift the head. മാനിച്ചതിനായിട്ട് നന്ദി. Thank you for your love. Hallelujah. 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 കരുണാമയനേ യേശുനാഥ. Thank you Jesus. ആരാധന. We glorify ആരാധന. you. We glorify you. ആരാധന. We glorify മനസ്സ് you. തുറന്നുകൊണ്ട് With your ഹൃദയം minds തുറന്നുകൊണ്ട് Amen. ഹൃദയത്തെ തന്നുകൊണ്ട് Amen. ആരാധന. Hallelujah. പൂർണ്ണ മനസ്സോടെ With your full പൂർണ്ണ heart. ഹൃദയത്തോടെ With your full mind. പൂർണ്ണ ശക്തിയോടെ With your full force. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. Thank you Jesus. Thank you Jesus. ഹല്ലേലൂയ. Thank you. ആമേൻ. ഹല്ലേലൂയ. Hallelujah. നിങ്ങൾ ഇരിക്കുന്ന ചെയറുകളുമായിട്ട് കുറച്ച് മുമ്പോട്ട് വരാമെങ്കിൽ ഇനി വരുന്നവർക്ക് പുറകിൽ അവസരം കൊടുക്കാമല്ലോ. If you can come forward, then the people who are coming can fill in the last places. ചെയറുകളുമായിട്ട് ഇങ്ങോട്ട് പോരെ, കുറച്ചുകൂടെ മുമ്പോട്ട് ഇങ്ങ് വലിച്ചിട്ടോ. Come forward with the chairs. ഫിക്സ് ചെയ്തിരിക്കുക ചെയർ, അപ്പൊ അതുകൊണ്ട് എല്ലാ സൈഡിൽ നിന്നും വലിച്ചാലേ ഇങ്ങ് പോരുള്ളൂ. സെപ്പറേറ്റ് വലിക്കണ്ട, ഒന്നിച്ച് വലിച്ചാട്ടെ. രണ്ട് മൂന്ന് പേര് ഒരുമിച്ച് നിന്നോണ്ട് ഒരുമിച്ച് മുമ്പോട്ട് വലിച്ചാട്ടെ. Hallelujah. Hallelujah. Thank you Jesus. Thank you Jesus. Hallelujah. Hallelujah. യേശുവേ നന്ദി. Thank you Lord. Hallelujah. 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 Praise to Jesus. Thank you Jesus. Jesus is wonderful. Amen. Hallelujah. Hallelujah. Jesus. ഇരുന്നാട്ടെ. Please be seated. നമുക്കെല്ലാവർക്കും ചേർന്ന് ഇങ്ങനെ കർത്താവിനെ ഉയർത്തുവാന് പിന്നെയും ഈ പട്ടണങ്ങളിൽ കർത്താവ് ഒരുക്കുന്ന അവസരങ്ങൾക്കായിട്ട് യേശുവിന് മഹത്വം കൊടുക്കുന്നു. Thank you for the opportunity that we have received to glorify God in this place. ഞാൻ കുറച്ചാഴ്ചകളായിട്ട് ജാതികളുടെ ഇടയിലുള്ള ദൈവപ്രവൃത്തിയെക്കുറിച്ച് ചിന്തിച്ചു വരികയാണ്.
I've been thinking of salvation of the Gentiles for the last few weeks. ജാതികളെ കർത്താവ് ഒരുപാട് സ്നേഹിക്കുന്നു. God loves the Gentiles. ഞാൻ ഇന്ന് ഈ കുറച്ച് സമയം ഈ ഒഫീഷ്യൽ ടോക്കിന് ശേഷം കുറച്ച് സമയം കാഷ്വൽ ആയിട്ട് ഇവിടെ ഇരുന്ന് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. ലൈക്ക് നമ്മൾ ഫസ്റ്റ് ഡേയിൽ അവിടെ ലിവർപൂൾ ചെയ്ത പോലെ. Now, after the first talk, we will spend some time together in discussion as we did in Liverpool the first day. ജാതികളുടെ ഇടയിലുള്ള ദൈവപ്രവൃത്തി എന്നത് ദൈവത്തിന്റെ തിരുഹൃദയത്തിലെ വലിയൊരു സ്വപ്നമാണ്. There's a vision of God that His work among the Gentiles. അത് ബൈബിൾ കാലയളവിൽ ദൈവം അത് ഭയങ്കരമായിട്ട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. God has revealed this in the Bible times. പക്ഷേ അത് അത്ര കണ്ട് ആൾക്കാർ മനസ്സിലാക്കിയിട്ടില്ല. But people haven't understood this much. കർത്താവിന്റെ ഹൃദയത്തിൽ ഒരുപാട് ജാതികളോടുള്ള കമ്പാഷൻ ഉണ്ട്. God has a lot of compassion to the Gentiles. അത് ദൈവം ഇങ്ങനെ റിവീൽ ചെയ്യുകയാണ്. He is revealing that. വാസ്തവത്തിൽ കാൽവരി ക്രൂശിലെ യേശുവിന്റെ മരണം മുഴുവൻ ജാതികൾക്ക് വേണ്ടിയുള്ളതായിരുന്നു. The finished work, or He died on the cross for the ഈ Gentiles. ജാതികൾ എന്ന് ഉദ്ദേശിക്കുമ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്ന യഹൂദനല്ലാത്ത എല്ലാവരെയുമാണ്. When I say Gentiles, it is every person who's not a Jew. യഹൂദന്മാരിലൂടെ വന്നിട്ടുണ്ടോ? Is there any Jew here? ജൂയിഷ് ബന്ധമൊക്കെ പറയാൻ പറ്റുന്നവരുണ്ടാകും, പക്ഷെ യഹൂദന്മാരായിട്ട് ആരും ഇവിടെ വന്നിട്ടില്ല. There is no Jew here. സോ യഹൂദന്മാരല്ലാത്തവരെല്ലാം ബൈബിൾ വിളിച്ചിരിക്കുന്ന ജാതികൾ എന്നാണ്. So anyone who's not a Jew, the Bible has called them as a Gentile. അപ്പൊ നമ്മോടുള്ള ദൈവത്തിന്റെ വാത്സല്യമാണ് ഇതിലൂടെ എല്ലാം പ്രകടമാക്കിയിരിക്കുന്നത്. This is the love of God to the Gentiles. ഞാൻ ഇന്ന് എഫെസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മൾ ഇന്നലെ തുടങ്ങി വെച്ചതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആണ് കുറച്ച് സമയം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. It's a continuation what I did yesterday. That's Ephesians 3. ജാതികൾ സുവിശേഷത്താൽ യേശുക്രിസ്തുവിൽ കൂട്ടവകാശികളും 3:6 ആട്ടോ. എഫീഷ്യൻസ് 3:6. ജാതികൾ സുവിശേഷത്താൽ യേശുക്രിസ്തുവിൽ കൂട്ടവകാശികളും ഏകശരീരസ്ഥരും വാഗ്ദത്തത്തിൽ പങ്കാളികളും ആകണം എന്നുള്ളത് തന്നെ. Ephesians 3:6, that the Gentiles are fellow heirs and fellow members of the body and fellow partakers of the promise in Christ Jesus through the gospel. സുവിശേഷം എനിക്കും നിങ്ങൾക്കും ദൈവത്തിന്റെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ കൂട്ടവകാശവും ഏക ശരീരമായി മാറുന്ന അവസ്ഥയും വാഗ്ദത്തത്തിൽ പങ്കാളിത്തവും നൽകിയിരിക്കുകയാണ്. Through the gospel we are fellow heirs, fellow members of the body and fellow partakers of the promise in Christ. ഇത് മൂന്നുമാണ് ഇന്നലെ പ്രധാനമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത്. എന്നാൽ ഇതിനകത്ത് രണ്ടാമത്തെ കാര്യവും മൂന്നാമത്തെ കാര്യവും ഇന്നലെ ഡിസ്കസ് ചെയ്യാനായിട്ട് സമയം ലഭിച്ചില്ല. These were the three things that we discussed yesterday, but we are going to go into detail the second and the third point. ഒരു ശരീരത്തിലാണ് യഹൂദനെയും യവനനെയും ജാതികളെ എല്ലാവരെയും ദൈവം കൊണ്ടുവന്ന് തന്നോട് നിരപ്പിച്ചത്. God has reconciled the Jews and the Gentiles into one body. ആ ഒരു ശരീരത്തിലുള്ള ദൈവത്തിന്റെ നിരപ്പിക്കലാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. What we see is the reconciliation into that one body. എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് അറിയണമെങ്കിൽ ഈ ചാപ്റ്റർ 3 ഇത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അതിന്റെ ഒരു വിശദീകരണം ചാപ്റ്റർ 2 നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ 2:5 മുതൽ വായിക്കണം. There is an explanation in Ephesians 2. It's from 2:5 onwards. അതിക്രമങ്ങളിൽ മരിച്ചവരായിരുന്ന നമ്മെ യേശുവിനോട് കൂടെ ജീവിപ്പിച്ചു. When we were dead through the trespasses, we were made alive together with Christ. Okay. അതിക്രമങ്ങളിൽ മരിച്ചവരായിരുന്ന നമ്മെ യേശുവിനോട് കൂടെ ജീവിപ്പിച്ചു. കൃപയാൽ യേശുക്രിസ്തുവിൽ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു നാം. ക്രിസ്തു നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തന്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരും കാലഘട്ടങ്ങളിൽ കാണിക്കേണ്ടതിന് യേശുക്രിസ്തുവിനോട് കൂടി ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗ്ഗത്തിൽ ഇരുത്തുകയും ചെയ്തു. കൃപയാൽ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. 11ാമത്തെ വാക്യം, ആകയാൽ നിങ്ങൾ മുമ്പേ ജാതികളായിരുന്നു, ജഡത്തിന്റെ കൈയാൽ പരിച്ഛേദന ഏറ്റ് പരിച്ഛേദനക്കാരുടെ പേരുള്ളവരാൽ അഗ്രചർമ്മക്കാരെന്ന് വിളിക്കപ്പെട്ടിരുന്നു. അക്കാലത്ത് ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരും വാഗ്ദത്തത്തിന്റെ നിയമത്തിന് അന്യരും പരദേശികളും പ്രത്യാശയില്ലാത്തവരും ദൈവമില്ലാത്തവരുമായിരുന്നു എന്ന് ഓർത്തുകൊള്ളുവീൻ. ദൂരത്തിരുന്ന നിങ്ങളെ ഇപ്പോൾ ദൂരസ്ഥരായിരുന്ന നിങ്ങളെ ഇപ്പോൾ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ സമീപസ്ഥരായി തീർത്തു. 14ാമത്തെ വാക്യം, അവൻ നമ്മുടെ സമാധാനം, അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി. ഇവിടെ മുതൽ നല്ലതായിട്ട് ശ്രദ്ധിക്കുക.
ഹല്ലേലൂയ. യേശു ഇരുപക്ഷത്തെയും ഒന്നാക്കി ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണം എന്ന ശത്രുത്വം തൻ്റെ ജഡത്താൽ നീക്കി വേർപാടിന്റെ നടിച്ചുവർ ഇടിച്ചു കളഞ്ഞുകൊണ്ട് സമാധാനമുണ്ടാക്കി ഇരുപക്ഷത്തെയും തന്നിൽ ഒരു പുതിയ മനുഷ്യനാക്കി സൃഷ്ടിപ്പാനും ക്രൂശിൽ വെച്ച് ശത്രുത്വം ഇല്ലാതെയാക്കി ഇരുപക്ഷത്തെയും ഏക ശരീരത്തിൽ ദൈവത്തോട് നിരപ്പിപ്പാനും തന്നെ അവൻ വന്ന് ദൂരത്തായിരുന്ന നിങ്ങൾക്ക് സമാധാനവും സമീപത്തുള്ളവർക്ക് സമാധാനവും സുവിശേഷിച്ചു. അവൻ ഇരുപക്ഷത്തെ അവൻ മുഖാന്തരം നമുക്ക് ഇരുപക്ഷക്കാർക്കും ഏക ആത്മാവിനാൽ പിതാവിങ്കിലേക്ക് പ്രവേശനമുണ്ട്. ആകയാൽ ഇനി അന്യന്മാരും പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിന്റെ ഭവനക്കാരും അത്രേ. കരമടിച്ചുകൊണ്ട് യേശുവിനെ This is Ephesians 2:5-19 has been read here. Maybe if you want to read, you can read. It's interesting. അത്രയൊന്നും വായിക്കണ്ട. It's okay. വായിക്കുന്നു. വേണേ അവസാനത്തെ വാക്യം ഒന്ന് വായിച്ചു. എന്നൊരു ഡോക്ടർക്ക് ഇനി അങ്ങ് വായിച്ചേ പറ്റുള്ളെങ്കിൽ Ephesians 2:15. He has abolished in the flesh the enmity, the law of commandments in the ordinances, that he might create in himself of the two one new man, making peace. It might reconcile them both in one body unto God through the cross, having slain the enmity thereby. Might reconcile them both in one body. He has reconciled them into one body. ഒരു ശരീരത്തിൽ എല്ലാരെയും കൊണ്ടുവന്ന് നിരപ്പിച്ചു ദൈവം. He has reconciled all into one body. ഒരു ശരീരത്തിൽ എല്ലാരെയും കൊണ്ടുവന്നു. He has brought all into one body. ഒരു ശരീരത്തിൽ എല്ലാരെയും കൊണ്ടുവന്നു. He has brought all into one body. ഇരുപക്ഷക്കാരെ ഒരു ശരീരത്തിൽ കൊണ്ടുവന്നു. He brought the Jews and the Gentiles into one body. എന്നിട്ട് ദൈവം തന്നോട് നിരപ്പിച്ചു. And then he reconciled them to himself. ചട്ടങ്ങളും കൽപ്പനകളുമാകുന്ന ന്യായപ്രമാണം എന്ന ശത്രുത്വത്തെ തന്റെ ജഡത്താൽ നീക്കി. He abolished in the flesh the enmity, that is the law of commandments. Hallelujah. അപ്പൊ എന്തായിരുന്നു ഇവിടുത്തെ പാർഷ്യാലിറ്റി? എന്തായിരുന്നു ഇവിടെ ഉണ്ടായിരുന്ന വ്യത്യസ്തത? വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ജൂസ് ആൻഡ് ദ ജെന്റൈൽസ്? എന്തായിരുന്നു യഹൂദനും ജാതികളും തമ്മിലുള്ള വ്യത്യാസം? യഹൂദനുണ്ടായിരുന്ന വ്യത്യാസം അവർക്കുണ്ടായിരുന്ന ലോ ആയിരുന്നു, ന്യായപ്രമാണമായിരുന്നു. The difference between the Jews and the Gentiles, the Jews had the law. അതായിരുന്നു അവരെ വ്യത്യസ്തരാക്കി So നിർത്തിയത്. that is what kept them different from the Gentiles. അപ്പൊ അവര് പറഞ്ഞുകൊണ്ടിരുന്ന വാക്യം ഇതാണ്: ഞങ്ങൾക്ക് നിയമമുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളെ പോലല്ല. So that is what the Jews said, because we have the law, we are different from y'all. യേശു വന്നിട്ട് അതിനെ അങ്ങ് ഇടിച്ചു മാറ്റി. So he broke down that law. ഹല്ലേലൂയ. അതാണ് അവൻ നമ്മുടെ സമാധാനം. അവൻ ഇരുപക്ഷത്തെയും തന്നിൽ ഒന്നാക്കി ചട്ടങ്ങളും കൽപ്പനകളുമാകുന്ന ന്യായപ്രമാണം എന്ന ശത്രുത്വം, അതായിരുന്നു എനിമിറ്റി ഉണ്ടാക്കിയത്. ജാതികളും യഹൂദന്മാർക്കും ഇടയിലുള്ള വോള് തീർത്തത് അവരുടെ ലോയായിരുന്നു. ആ ലോയാണ് യേശു തന്റെ ജഡത്താൽ നീക്കി വേർപാടിനെ നടിച്ചവർ ഇടിച്ചു കളഞ്ഞുകൊണ്ട് സമാധാനം ഉണ്ടാക്കി. The enmity between the Jews and the Gentiles was the law. So he broke down the law, he abolished the law and brought both of them into one body. ഇരുപക്ഷത്തെയും തന്നിൽ ഒരു പുതിയ മനുഷ്യനാക്കി സൃഷ്ടിച്ചു. He created a new person from both. സെപ്പറേറ്റ് ഐഡന്റിറ്റി എല്ലാം കൂടെ യേശുവിൽ ഒരു ഐഡന്റിറ്റി ആക്കി മാറ്റി. All the separate identities became one in Jesus. A new man in Christ. That was a new man in ഒരു Christ. പുതിയ മനുഷ്യനാക്കി സൃഷ്ടിച്ചു. He was the new man in Christ. ഇപ്പോൾ ഒരു ഐഡന്റിറ്റിയേ ഉള്ളൂ: ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി. There's only one identity now. If you are in Christ, you are a new man. ക്രിസ്തുവിൽ യഹൂദനെന്നില്ല. In Christ there's no Jew. ക്രിസ്തുവിൽ യവനനെന്നില്ല. In Christ there's no ക്രിസ്തുവിൽ Gentile. ദാസനെന്നില്ല. In Christ there's no ക്രിസ്തുവിൽ slave. സ്വതന്ത്രനെന്നില്ല. There's no free man. ന്യൂ മാൻ എന്ന് പറയുന്നത് ഇൻ ക്രൈസ്റ്റ് ആണ്. വേറെ ഒരു ഐഡന്റിറ്റിയും അവിടെ ഇല്ല. In Christ there's only one identity, and that is the new man. ഒരു ശരീരത്തിൽ എല്ലാത്തിനെയും ഇട്ടു. He put all inside one body. ദൈവം ഇന്ന് ആ ഒരു ശരീരത്തെയാണ് കാണുന്നത്. God sees that body today. ആ ശരീരത്തിലാണ് നിങ്ങളെ എന്നെ എത്തിച്ചിരിക്കുന്നത്. He has put us in that body. ഈ ഒരു വിശാല വീക്ഷണം നമ്മളിലേക്ക് വീഴുമ്പോൾ മാത്രമേ ലോകത്തെ അത്തരത്തിൽ കാണാനും വീക്ഷിക്കുവാനും പ്രവർത്തിക്കുവാനും നമുക്ക് It is കഴിയൂ. only when we understand this that we look at the world through this angle. ഒരു വ്യത്യാസവും വെച്ചിട്ടില്ല. There is no difference. എല്ലാറ്റിനെയും ഒരു ശരീരത്തിൽ കൊണ്ടുപോയിട്ടു. Everyone is put in one body. ആ ബോഡി യേശുവിന്റെ ശരീരമാകുന്ന സഭയാണ്. That body is the body of Christ, or that is the
the church. അതിനകത്ത് വ്യത്യസ്ത ഐഡന്റിറ്റികളുണ്ട്. There are ഉണ്ടായിരുന്നു, പക്ഷെ യേശുവിൽ വന്നതോടുകൂടി അതെല്ലാം ഒരു ശരീരമായി മാറി. There were different identities before, but in Christ all are one. എന്നിട്ട് പറയും, അവൻ മുഖാന്തരം നമുക്ക് ഇരുപക്ഷക്കാർക്കും അവങ്കലേക്ക് പ്രവേശനമുണ്ട് ഏക ആത്മാവിനാൽ. ഇവിടെ 3 കാര്യങ്ങളുണ്ട് പ്രധാനമായിട്ട്. ഒരു ശരീരം, One body, ഒരു ആത്മാവ്, one spirit. അത് രണ്ടും ഒന്ന് ഉറപ്പിച്ചാട്ടെ. ഒരു ശരീരം, We are one body. എല്ലാരെയും ഒരു ശരീരത്തിൽ കൊണ്ടുവന്നു. All are brought inside that one body. ഒരു ആത്മാവിനെ കൊടുത്തു. The same Holy Spirit was given. ഒരുവൻ മുഖാന്തരം സമാധാനം ഉണ്ടാക്കി. Through one person we have peace. 14ാമത്തെ വാക്യം നോക്കിയേ. ആകയാൽ നിങ്ങൾ ഇനി 2 verse 19, 14 അല്ല 19, 2:19. ആകയാൽ നിങ്ങൾ ഇനി അന്യന്മാരും പരദേശികളും അല്ല. So Ephesians 2:19. So you are no more strangers or pilgrims. No longer foreigners. You're not foreigners anymore. Hallelujah. നിങ്ങൾ ഇനി അന്യന്മാരല്ല. You are not strangers anymore. Strangers അല്ല. We are not strangers. Fellow citizens with God's people. We are fellow citizens. Hallelujah. We were Gentiles. God reconciled whole world through his beloved son Jesus Christ. After that we are no more strangers. We are the fellow citizen with God's own people. Amen. And the members of the household. ദൈവത്തിന്റെ ഭവനത്തിന്റെ അവകാശികൾ, ദൈവത്തിന്റെ ഭവനക്കാർ. And we belong to the household of God. Hallelujah. Hallelujah. ക്രിസ്തു തന്നെ മൂലക്കല്ലായിരിക്കെ അപ്പോസ്തലന്മാർ പ്രവാചകൻ എന്ന അടിസ്ഥാനത്താൽ പണിതിരിക്കുന്നു. And built upon the foundation of apostles and prophets, Christ Jesus himself being the chief cornerstone. നിങ്ങൾ ആ ചാപ്റ്റർ 2 പഠിച്ചാൽ ഈ വിഷയം ശരിക്കും മനസ്സിലാവും. ബ്യൂട്ടിഫുൾ എക്സ്പ്ലനേഷൻ ആണ്. There's a beautiful explanation of this in Ephesians 2. ഒരു കോർണർ സ്റ്റോൺ. There's a cornerstone. ആ കോർണർ സ്റ്റോണിന്റെ പേര് ജീസസ് എന്നാണ്. Jesus is the cornerstone. ആ കോർണർ സ്റ്റോണിന്റെ മേളിൽ Over that, പല കല്ലുകളെ കൊണ്ട് വെക്കുകയാണ്. many stones are put on the cornerstone. യഹൂദൻ എന്ന കല്ല്, The stone which is a Jew, ജാതികൾ എന്ന കല്ല്, the stone which is a Gentile, യവനന്മാർ എന്ന കല്ല്, the Greek, that's another stone. പല കല്ലുകളെ കൊണ്ട് വെക്കുകയാണ്. All the different kinds of stone are put on the chief cornerstone. ഒരു കോർണർ സ്റ്റോണിന് മേളിൽ On one cornerstone, പല കല്ലുകളെ കൊണ്ട് വെച്ച് പണിയുന്നു. different stones are being put on top. കോർണർ സ്റ്റോണിന്റെ മേളിൽ ഈ കല്ലുകൾ വന്നതുകൊണ്ട് Because these stones came on the cornerstone, ഈ കല്ലുകളെല്ലാം ഇനി ഒരൊറ്റ ഉദ്ദേശത്തിന് വേണ്ടിയാണ്. these are all these stones are for one purpose. വേറൊരു ഉദ്ദേശമില്ല. There is no other purpose. എന്താണ് ആ ഉദ്ദേശം? What is the purpose? കർത്താവിന്റെ ബിൽഡിംഗ്. It is to build. അത് ആ ചിത്രം അതെവിടെ ബിൽഡിംഗ് തന്നെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. 21 വാക്യം. അവനിൽ കെട്ടിടം മുഴുവൻ യുക്തമായി ചേർന്ന്. Ephesians 2:21. In whom each several building Verse 20. fitly framed. If you read verse 20, you will see the cornerstone. So verse 20 is being built upon the foundation of the apostles and prophets, Christ Jesus himself being the chief cornerstone. He became the chief cornerstone. He is the chief cornerstone. Chief cornerstone is laid. മൂലക്കല്ലിനെ ഇട്ടു. The chief cornerstone has been laid. എല്ലാം സെപ്പറേറ്റ് കല്ലുകളായിരുന്നു. All were separate stones. സെപ്പറേറ്റ് കല്ലുകളായിരുന്നു. All were separate stones. നമുക്കെല്ലാം സെപ്പറേറ്റ് മുഖങ്ങളായിരുന്നു. All had different faces. പല കല്ലുകൾ. All were different stones. പെട്ടെന്ന് കോപിക്കുന്ന കല്ലുകൾ. Some could be quick-tempered. കോപമേ ഇല്ലാത്ത കല്ലുകൾ. Some are not easily angered. ഹല്ലേലൂയ. ഇച്ചിരി അസൂയുള്ള കല്ലുകൾ. Some stones were jealous. പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന കല്ലുകൾ. Some overreact. ഒരിക്കലും പൊട്ടിത്തെറിക്കാത്ത കല്ലുകൾ. Some are patient. പല നേച്ചറിലുള്ള കല്ലുകൾ. There were stones of different nature. ഇതിനെല്ലാം കൂടെ ഒരു കോർണർ സ്റ്റോണിന്റെ മേളിൽ കൊണ്ടുവന്നു. He brought all these over one cornerstone. എന്നിട്ടൊരു ബിൽഡിംഗ് പണിയാണ്. And they are building a building. ഇവിടെയാണ് ആ കല്ലിന് വന്ന ട്രാൻസ്ഫോർമേഷൻ കാണുന്നത്. This is where the transformation of the stones. Look at that. കോർണർ സ്റ്റോണിന്റെ മേളിൽ വരുന്നത് വരെ ഇതിന് സെപ്പറേറ്റ് ഐഡന്റിറ്റി ആയിരുന്നു. All these stones had a separate identity before coming on the cornerstone. കോർണർ സ്റ്റോണിന്റെ മേളിൽ വന്നപ്പോഴത്തേനും വേറൊരു ഐഡന്റിറ്റി ഇല്ല. But once they came on the cornerstone, there's no more identity. ഒരു ഉദ്ദേശത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു. All these stones were working together for one purpose. ദൈവത്തിന്റെ നിവാസമാകുന്ന ദൈവത്തിന്റെ ബിൽഡിംഗ്.
to be the building of Christ, where Verse God resides. 21. Verse 21. In him the whole building is joined together and rise up, become the holy temple. You and I become holy temple. Amen. We became holy temple. Amen. The holy temple where God dwells. 3:16 says you are the 1 Corinthians 3:16 says you are the temple of God and the Spirit of the Lord is dwelling in you. Amen. Hallelujah. Hallelujah. How God made you as his temple. He is the cornerstone. That cornerstone is laid. And we are called into that cornerstone. We receive the call through the gospel. Hallelujah. Amen. Call of the gospel. Hallelujah. Hallelujah. We respond to the call of the gospel. Our forefathers respond to the call of gospel. And we agree Jesus died for us. And what happened? We became the stones upon the cornerstones. Cornerstone, that is Jesus. Hallelujah. 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 Now, in him, whole building is joined together. Whole building is joined together. We are joined together Amen. upon the cornerstone. Amen. Hallelujah. Hallelujah. See that picture. Building, whole building is built upon the cornerstone. Whole building. Hallelujah. Hallelujah. Different stones. Pala kallugal. It's different stones, but it is the same building. Another parayada. It is all different stones. Jesus is the cornerstone, and it's the same building which is being built. Doctor ipo translate ചെയ്ത് വേറെ റേഞ്ച് ആയി നമ്മൾ പകുതി പറഞ്ഞ ഡോക്ടർ അത് കംപ്ലീറ്റ് അതങ്ങ് പറഞ്ഞാണ് വേറെ റേഞ്ച് ആയി പോയി അല്ലേ പക്ഷെ ഇപ്പോഴും ബൈബിളും കൊണ്ട് വരത്തില്ല എൻ്റെ ബൈബിളല്ല തൊട്ടോണ്ടിരിക്കുന്നത് ഫുൾ ടൈം Hallelujah. Hallelujah. Amen. Amen. Built upon the cornerstone. So it is built, the building is built on the cornerstone. ഇതാണ് പീറ്ററിനോട് അവിടെ വെച്ച് കർത്താവ് പറഞ്ഞത് മാത്യു 16:16 അല്ലേ കർത്താവ് പറഞ്ഞത് I will build my church. This is where Christ tells Peter, Jesus tells Peter in Matthew 16:16, I will build my church. ഞാനത് പറഞ്ഞിട്ടുണ്ടല്ലോ പെട്രായും പെട്രോസും ആണ് അവിടെ. It is Petra and Petros. He is Petra, that is cornerstone, and you are Petros. Petros means stones. Lepton, കാട്ടുകല്ല്. Hallelujah. നീനു ലെപ്തോനി, നീ കാട്ടുകല്ലാണ്. കാട്ടുകല്ലുകളായിരുന്നു നമ്മളെല്ലാം. So he is the rock. And he is the cornerstone. He is the cornerstone, and we were wild stones previously. Petros. That is called Petros. He is Petra. He is Petra. Hallelujah. Hallelujah. പെട്രായുടെ മേളിൽ പെട്രോസിനെ എല്ലാം കൊണ്ടുവച്ചു. All the Petros were kept on the Petra. That's the cornerstone. Hallelujah. Hallelujah. ഇപ്പോൾ അത് ബിൽഡപ്പ് ചെയ്യുകയാണ്. That is being built. അത് ബിൽഡപ്പ് ചെയ്യുകയാണ്. It is being built. Building as whole building is joined together and rise to become the holy temple. Amen. The holy temple It becomes a holy temple became the holy temple. in the Lord. Hallelujah. Hallelujah. Holy temple in the Lord. കർത്താവിൽ വിശുദ്ധ മലയാളത്തിൽ എങ്ങനെയാ അത് പറയാ കർത്താവിൽ വിശുദ്ധ നിവാസം അല്ലേ It's verse 21. It becomes a holy temple. അവനിൽ നിങ്ങളെയും ദൈവത്തിന്റെ നിവാസമാക്കേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ചു പണിതു വരുന്നു. In him, the whole building is Malayalam joined is good, together and rises to become a holy temple in the അവനിൽ Lord. നിങ്ങളും ദൈവത്തിന് നിവാസമാകേണ്ടതിന് ദൈവം വസിക്കേണ്ടതിന്. This is where the holy temple is where God resides. ഇവിടെ ആ പിക്ചർ നിങ്ങളുടെ ഉള്ളത്തിലേക്ക് ഒന്ന് പതിയപ്പെട്ടെ. Let this picture come into your heart. ഒരു കോർണർസ്റ്റോൺ ഉണ്ട്. There's a cornerstone. അതിന്റെ പേര് ക്രൈസ്റ്റ് എന്നാണ്. That is Christ. ആ കോർണർസ്റ്റോണിന്റെ മേളിൽ On top of the cornerstone, പല സ്റ്റോൺസ് ആയി നമ്മളെ കൊണ്ടുപോയിട്ടു. there are different stones which are put on the cornerstone. നേരത്തെ ദൈവം ഈ സ്റ്റോൺസിന്റെ മേളിലൊന്നും വസിച്ചില്ല. Previously, God did not reside in any of these stones. പക്ഷെ ഇപ്പോ Now,
കോർണർ സ്റ്റോണിന്റെ മേളി വന്നപ്പോ when it came over the cornerstone, ദൈവം പറയാ ഞാൻ അതിന്റെ അകത്ത് വസിക്കാൻ പോവാ. now God says, I will reside in these stones. I will dwell. I will dwell in these ഞാൻ stones. അതിനകത്ത് വസിക്കാൻ പോവാ. I am going to dwell in it. ഇങ്ങനെ വസിക്കാൻ ദൈവം ബിൽഡ് ചെയ്ത ദൈവത്തിന്റെ ബിൽഡിംഗ് ആണ് നിങ്ങളും ഞാനും. ഹല്ലേലൂയ. We are the building whom God has created like this for God to dwell. ഇങ്ങനെ ദൈവത്തിന് വസിക്കാൻ ദൈവം തിരഞ്ഞെടുത്ത ബിൽഡിംഗ് ആണെന്ന് നിങ്ങളെ അറിയിച്ചതാണ് സുവിശേഷം. It is the gospel who's told you that you are the temple of the living God. എഫെസോസിൽ കുറേ കല്ലുകൾ ചെതറിക്കിടക്കുകയായിരുന്നു. അവിടെ ഇവിടെ എല്ലാം ചെതറിക്കിടക്കുകയായിരുന്നു. In Ephesus, there were a lot of stones which were scattered around. ചെതറിക്കിടക്കുകയായിരുന്നു. It was all scattered. പൗലോസ് ചെല്ലുമ്പോൾ എഫെസോസിൽ കുറേ കല്ലുകൾ ചെതറിക്കിടക്കുകയായിരുന്നു. When Paul went to Ephesus, there were all stones which were scattered. പല കല്ലുകൾക്കും മുഖമില്ലായിരുന്നു. Some of the stones didn't have any face. പല കല്ലുകൾക്കും ദൈവമില്ലായിരുന്നു. Some of the stones didn't have God. ചിലത് അർത്തമീസിന്റെ കല്ലുകളായിരുന്നു. അർത്തമീസ് മഹാദേവിയുടെ ഗോഡസ്. They used to worship false idols. അർത്തമീസിന്റെ കല്ലുകളായിരുന്നു. ചിലത് ഐഡൽ വർഷിപ്പിന്റെ കല്ലുകളായിരുന്നു. Some stones were idol worshippers. ചിലത് മുൻകോപത്തിന്റെ കല്ലുകളായിരുന്നു. Some stones were quick tempered. പൗലോസ് ത്രൂ ദ ഗോസ്പൽ എന്ത് ചെയ്യുന്നറിയാമോ? ഈ കല്ലുകളെല്ലാം കൂടി എടുത്തു. ഇതെല്ലാം കല്ല് പോലെ തന്നെ ഇരിക്കുന്നു. Through the gospel, Paul took all these stones. കല്ലുകളെല്ലാം എടുത്തു. ഇഷ്ടംപോലെ കല്ലുകളാ ഇവിടെ. He took all these stones. ഇഷ്ടംപോലെ കല്ലുകളാ. അതെ, എത്ര കല്ലുകളാന്ന് ചോദിച്ചാൽ മതി. ചെറിയ കല്ല്. So Paul took all these stones and laid one above the other. ഇതിന്റെ മേളിൽ കൊണ്ടുവച്ചു. Now everything was kept on that. ഇവിടെ ഇപ്പോൾ ഒന്ന് പണിയപ്പെടുകയാണ്. Those stones are being built. Separate identity become one identity. All the separate identities have become one Different identity. bodies become one body. Amen. പല ശരീരങ്ങൾ ഒരു ശരീരമായി മാറി. Different bodies have become one body. ഹല്ലേലൂയ. പല ആത്മാക്കൾ ഒരു ആത്മാവായി മാറി. All the different spirits became one spirit. പല ദൈവങ്ങൾ ഒരു ദൈവമായി മാറി. All the different gods became one പല God. ആരാധനകൾ ഒരു ആരാധനയായി മാറി. Different worships became one worship. ബിൽഡ് ചെയ്തു ഒരു ശരീരത്തെ. The body was built. എഫെസോസിൽ ഇത് വളർന്നു. And in Ephesus it grew. ഈ ശരീരം വളർന്നു. This body ഈ grew. ബിൽഡിംഗ് വളർന്നു. This building grew. പല കല്ലുകൾ കൊണ്ടുവച്ച കോർണർ സ്റ്റോണിന്റെ മേളിൽ വെച്ച കല്ലുകളാകുന്ന ആ ബിൽഡിംഗ് വളർന്നു. That building which had the stones over the cornerstone ആ was built. ബിൽഡിങ്ങിനെ നോക്കി ദൈവം പറഞ്ഞു ഞാൻ അതിനകത്ത് വസിക്കാൻ പോവാ. God looked at that building and said, I will dwell in it. ആ ബിൽഡിംഗ് നിങ്ങളും ഞാനുമാണ്. That building is you and me. ഒരു മിനിറ്റ് കല്ലുകളെല്ലാം തിരിച്ചു കൊടുക്കട്ടെ, അല്ലെങ്കിൽ ഇനിയിപ്പോ ബാക്കി വായിക്കാം. കല്ലുകളെല്ലാം എടുത്തോണ്ട് പോക്കോ. ഹല്ലേലൂയ. Hallelujah. Hallelujah. ഓരോന്ന് അടുത്ത് വെച്ചു. All were kept one on top of the other. ലാസ്റ്റ് ദൈവം പറഞ്ഞു ഞാൻ ആ ഫെലോഷിപ്പിൽ വസിക്കാൻ പോവാണ്. And God says, I am going to dwell in that fellowship. ഇന്ന് ദൈവം നിവാസം നടത്തുന്നത് നിങ്ങളിലും എന്നിലുമാണ്. Now God resides in you and me. അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? Do you know what it means? നിങ്ങൾ ദൈവത്തിന്റെ ഭവനക്കാരായി. We are the household of ഓ, God. നിങ്ങൾ ദൈവത്തിന്റെ ഭവനക്കാരായി. We are the houses of No more God. strangers. Not strangers. No more foreigners. Not foreigners. Hallelujah. We are Hallelujah. the household of God. We are the family of God. Amen. Joined together for one purpose. Amen. As prophets, as evangelists, as pastors, as priests. To join together for one purpose. That is nothing but building the temple of God. That is the church of God, the body of Christ. Amen. കർത്താവിന്റെ ശരീരത്തെ ഹല്ലേലൂയ, എത്ര നല്ലൊരു എക്സാമ്പിൾ ആണ് ഇവിടെ ആ വിഷയം ഒന്ന് മനസ്സിലാകാൻ വേണ്ടി പൗലോസ് പറയുന്നത്. Paul has explained it with a beautiful example. ഹല്ലേലൂയ. പല കല്ലുകളെ ഒരു കല്ലിന്റെ മേളിൽ കൊണ്ടുവന്നു. Many stones were kept on one cornerstone. ഈ കല്ലിന്റെ മേളിൽ വരുന്നതോടുകൂടെ ആ കല്ലിന്റെ സ്വഭാവം എല്ലാം മാറുകയാണ്. And when that stone comes on the cornerstone, all the bad habits move out. ഞാൻ അതിന്റെ വ്യത്യാസം നിങ്ങളെ കാണിക്കാം. I'll അപ്പോൾ tell you the നിങ്ങൾക്ക് difference. അത് മനസ്സിലാവും. എഫിഷ്യൻസ് 2 ഒന്നുകൂടെ എടുത്താട്ടെ. എഫിഷ്യൻസ് 2 ഒന്ന് Go to എടുത്താട്ടെ. Ephesians 2. ഹല്ലേലൂയ. Chapter 3, 2 verse 3. മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ നിങ്ങളും കോപത്തിന്റെ മക്കളായിരുന്നു. Ephesians 2:3, among whom we also once all lived in the lust of our flesh, doing the desires of the flesh
we were by nature deserving the wrath. By nature, we were deserving the wrath of God. We were reserved for the wrath by nature. ദൈവത്തിന്റെ wrath of Godന് by nature we were reserved. By nature, we deserved the wrath of God. Hallelujah. Hallelujah. Now, കോപത്തിന് പ്രകൃതിയാൽ കോപത്തിന്റെ മക്കളായിരുന്ന നിങ്ങള് ദൈവത്തിന്റെ wrathന് We deserved the wrath of God. അങ്ങനെ ആയിരുന്ന നിങ്ങള് We were like that previously. ഇപ്പോ യേശു ആകുന്ന ശരീരത്തിൽ വന്നപ്പോൾ ആ കോർണർ സ്റ്റോണിന്റെ മേളിൽ വന്നപ്പോൾ verse 20, please read verse 20, 2 verse 20. Ephesians 2:20. Ephesians 2:20. But when you came on the cornerstone, which is Christ, 2:20. Build on the foundation of the apostles. Wrath of God. We were deserved for the wrath of God. Now we are apostles. Amen. And we are prophets. Amen. This is the transformation. That's the difference. കോപത്തിന്റെ മക്കള് പ്രവാചകന്മാരായി. We were deserving the wrath of God. Now we have become prophets and apostles. കോപത്തിന്റെ മക്കള് അപ്പോസ്തലന്മാരായി. We who deserved the wrath of God have become apostles and prophets. എന്തൊരു അന്തരമാത്. What a transformation is that? റാത്തിന് വേണ്ടി ഇരുന്നവര് We who deserve the wrath ഇപ്പൊ ദൈവത്തിന്റെ ഫേവറിന്റെ ആൾക്കാരായി മാറി. has changed into the favor of God. എങ്ങനെയാ ഇത് സംഭവിച്ചേ? How did this happen? ഇത് ഈ സ്റ്റോണിന്റെ പ്രത്യേകതയാ. That is because of the cornerstone. ഈ കല്ലിന്റെ മേളിൽ ആര് വന്നാലും അവൻ അങ്ങനെയായി മാറും. Whoever comes on this cornerstone will change. Hallelujah. Hallelujah. ദൈവത്തിന്റെ റാത്തിന് കീഴിലുള്ളവനും ഈ സ്റ്റോണിന്റെ മേളിൽ വന്നാൽ ദൈവത്തിന്റെ ഫേവറിന്റെ മേളിലാവും. We who deserve the wrath of God, when we came on the cornerstone, we became God's favorites. കണ്ടംനേഷന്റെ കീഴിലുള്ളവനും ഈ സ്റ്റോണിന്റെ മേളിൽ വന്നാൽ പ്രൊഫറ്റായും അപ്പോസ്തലനായും പ്രവാചകനായും ഇടയനായും സുവിശേഷകനായും ഉപദേഷ്ടാവായിട്ട് മാറും. Those who had to be condemned, if you come on this cornerstone, you become prophets and teachers and apostles, evangelists and pastors. Hallelujah. Hallelujah. ഇതെങ്ങനെയാ സംഭവിക്കുന്നത്? How does this happen? ഇത് ഈ കോർണർ സ്റ്റോണിന്റെ പ്രത്യേകതയാ. That is the nature of this cornerstone. ഈ സ്റ്റോണിന്റെ പ്രത്യേകതയാ. That is the speciality of this ഇതിന്റെ cornerstone. മേളിൽ ആര് വന്നാലും അങ്ങനെയായി മാറും. Whoever comes on this stone will be transformed. ഞാൻ സിയോനിൽ എൻ്റെ കല്ലിനെ മൂലക്കല്ലിനെ ഇടുന്നു, അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകത്തില്ല. I have put my chief cornerstone in Zion, and he who believes in him will never be put to shame. ഇത് ഈ കല്ലിന്റെ പ്രത്യേകത ഏതാ? കോപത്തിന്റെ മക്കളെ കൊണ്ട് ഇട്ടാൽ അനുസരണത്തിന്റെ മക്കളാകും. Now, even if there are children of disobedience, when you are put on that stone, you become obedient. അതിക്രമത്തിൽ മരിച്ചവനെ കൊണ്ട് ഇട്ടാൽ സ്വർഗ്ഗത്തിൽ ഇരുത്തപ്പെട്ടവനായി മാറും. If you were dead in sins, if you are put on this stone, you become seated in the heavenly places. അതിക്രമത്തിൽ ചത്തു കിടക്കുന്നവനെ ഈ കല്ലിന്റെ മേളിൽ കൊണ്ട് ഇട്ടാൽ അവൻ സ്വർഗ്ഗത്തിൽ ഇരുത്തപ്പെട്ടവനായി മാറും. Even if you are dead in sin, if you are put on this stone, you become seated in the heavenly places. ഞാനത് പറയുമ്പോൾ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, പക്ഷേ ഞാൻ വായിപ്പിക്കാം. ഹല്ലേലൂയ. അതിക്രമങ്ങളും പാപങ്ങളും മരിച്ചു കിടന്നിരുന്ന നിങ്ങൾ നോക്കൂ 2 verse 5 and 2 verse 7. Ephesians 2:5 and 7. In 2:5 you were dead in sin and trespasses, and in 2:7 you have seated in the heavenly places. Amen. We who were dead in sins and trespasses, being on this cornerstone, we are seated in the heavenly places. Hallelujah. Hallelujah. ചത്തു കിടക്കുന്നവൻ ഈ കല്ലിന്റെ മേളിൽ കൊണ്ട് വെച്ചാൽ അവൻ സ്വർഗ്ഗത്തിൽ ഇരുത്തപ്പെട്ടവനായി മാറും. Even if you are dead in sin, if you are put on this cornerstone, you are seated in the heavenly places. അതിക്രമം ബന്ധിച്ചു വെച്ചവനെ, പാപം ബന്ധിച്ചു വെച്ചവനെ ഈ കല്ലിന്റെ മേളിൽ കൊണ്ട് ഇട്ടു നോക്കിക്കേ, അവൻ ജീവനുള്ള ജീവൻ പ്രാപിച്ച സ്വർഗ്ഗത്തിൽ ഇരുത്തപ്പെട്ടവനായി മാറും. Even if you are dead in sin, if you are on this cornerstone, you become alive
and seated in the heavenly places. Hallelujah. Hallelujah. എന്താ കാര്യമെന്നറിയോ? ഇത് ഈ കോർണർസ്റ്റോണിന്റെ നേച്ചറാണ്. This is the nature of the cornerstone. ഇത് ഈ കോർണർസ്റ്റോണിന്റെ സ്വഭാവമാണ്. This is the nature of the ഈ cornerstone. സ്വഭാവം മാറുകയില്ല ഈ This സ്റ്റോണിന്റെ. will not change. ആരെ കൊണ്ട് ഇട്ടാലും അതിന്റെ സ്വഭാവം ഇതായി മാറും. Whoever is put on this stone will be transformed. ആരെ കൊണ്ട് ഇട്ടാലും ഇതിന്റെ സ്വഭാവമായിട്ട് മാറും. Or whoever is put on this stone will be changed. Hallelujah. ഞാൻ ഒത്തിരി എക്സാമ്പിൾ പറയാം. I can give you a lot of examples. പത്രോസ് എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. There was a man called Peter. ഒരു ദൈവികതയും ഇല്ലായിരുന്ന മനുഷ്യൻ. He didn't have any godness in him. മുക്കുവൻ. He was a fisherman. പിടിച്ച് കല്ലിന്റെ മേളിൽ ഒരു ദിവസം ഇട്ടു. He was put on this cornerstone. ദിവസങ്ങൾ കഴിഞ്ഞില്ല. After a few days, ദൈവശാസ്ത്രത്തിന്റെ നട്ടെല്ലെന്ന് വിളിക്കുന്ന ലേഖനങ്ങൾ ആ മനുഷ്യൻ എഴുതാൻ തുടങ്ങി. he started writing the epistles which are the backbone of the gospel. നിങ്ങൾ പത്രോസിനെ നോക്കി ഇങ്ങനെ പറയരുത്, അയ്യോ ഇത് മുക്കുവനായ മനുഷ്യൻ എങ്ങനെയായി വ്യത്യാസം വന്നേ, ഇത് പത്രോസിന്റെ മെടുക്കല്ല, ഇത് കല്ലിന്റെ മെടുക്ക. You will look at the Peter and say he was only a fisherman. How did he get transformed? This is not because of him. It is the cornerstone. Hallelujah. Hallelujah. ആരെ ഈ കല്ലിന്റെ മേളിൽ കൊണ്ട് വെച്ചാലും അവൻ രൂപാന്തരപ്പെടും. Whoever is put on this cornerstone will be മരിച്ചു കിടന്നവൻ transformed. ജീവിക്കും. Whoever is dead will become alive. കോപപാത്രങ്ങൾ കരുണാപാത്രങ്ങളായി മാറും. All will become vessels of mercy. കോപപാത്രങ്ങൾ കരുണാപാത്രങ്ങളായി മാറും. Vessels of anger will become vessels of mercy. ക്ഷമ ലഭിച്ചിട്ടില്ലാത്തവൻ ക്ഷമ ലഭിച്ചവനായി മാറും. ദൂരസ്ഥൻ സമീപസ്ഥനായി മാറും. The one who's far becomes close. ദൂരസ്ഥൻ സമീപസ്ഥനായി The മാറും. one who was far away has become സമാധാനം close. ഇല്ലാത്തവന് സമാധാനം ഉണ്ടാകും. The one who did not have peace has ശാപത്തിൽ peace. കിടക്കുന്നവൻ അനുഗ്രഹത്തിൽ വരും. Whoever was cursed becomes blessed. ഇത് ഈ കല്ലിന്റെ സ്വഭാവമാണ്. This is the nature of the cornerstone. സുവിശേഷം നിങ്ങളെ എന്നെ എത്തിച്ചത് ഈ കല്ലിന്റെ മേളിലാണ്. Gospel has brought us to this cornerstone. Hallelujah. Hallelujah. We are privileged. We are the privileged lot. Hallelujah. ഈ കല്ലിന്റെ മേളിൽ വരാൻ നിങ്ങൾക്കും എനിക്കും ഭാഗ്യം ലഭിച്ചു. We have been privileged to come on the ഈ cornerstone. കോർണർസ്റ്റോൺ നമ്മെ ജീവനുള്ള കല്ലുകളാക്കി മാറ്റി. This cornerstone has made us living stones. മരിച്ച കല്ലുകൾ ജീവനുള്ള കല്ലുകളായി We were മാറി. dead stones. We are living stones now. Hallelujah. Hallelujah. Living stones. Hallelujah. Upon the cornerstone and building a temple to dwell the Almighty God. Amen. Hallelujah. Is builded daily is builded. Manchesterലും കർത്താവ് അതിനെ ബിൽഡ് ചെയ്തിരിക്കുകയാണ്. We are the living Hallelujah. stones put on the cornerstone to become a building where God dwells. Hallelujah. This is happening in Manchester. നിങ്ങളെയും ദൈവം അങ്ങനെ ബിൽഡ് ചെയ്തിരിക്കുകയാണ്. We are also built in the same way. നമ്മെ കർത്താവ് അങ്ങനെ ബിൽഡ് ചെയ്തിരിക്കുകയാണ്. God has built us in the same way. Is beyond all denomination spirit. Amen. ഇത് എല്ലാ സഭാ സംഘടന സമുദായ ഭക്തി ശക്തികൾക്കും എല്ലാം അതീതമാണ്. This is beyond all the denominations and the culture and the creed and the countries. Hallelujah. ഇത് Hallelujah. ഒരു കോർണർ സ്റ്റോണിന്റെ മേളിൽ എല്ലാവരും വരുന്ന പരിപാടിയാണ്. This is everyone coming on one cornerstone. ഏകവും സാർവലൗകികവും സാർവത്രികവുമായ സഭയുടെ വളർച്ചയാണ്. This is the growth of the body of the church. യൂണിവേഴ്സൽ ചർച്ചിന്റെ വളർച്ചയാണ്. This is the growth of the universal ഇതിനെ body of പിടിച്ചു church. കെട്ടാൻ ഒരു ശക്തിക്കും പറ്റുകയില്ല. No power can bind this. Hallelujah. ഇതിലേക്കാണ് നിങ്ങളെ എന്നെ വിളിച്ചിരിക്കുന്നത്. We have been called into this. ജാതികളായിരുന്നവർ We were Gentiles. ഒരു കല്ലിന്റെ മേളിൽ വന്നു. We came on the cornerstone. ജീവനുള്ള കല്ലുകളായി മാറി. We became living stones. ദൈവത്തിന്റെ നിവാസമായി മാറി. Became the place where God dwells. ഇന്ന് ദൈവം താമസിക്കുന്ന സ്ഥലമായി മാറി. Now we are the temple of the living God. ദൈവവുമായിട്ട് ബന്ധമില്ലാത്തവർ ദൈവം താമസിക്കുന്ന സ്ഥലമായി മാറി. We had no connection with God before. Now ദൈവം പ്രവർത്തിക്കാൻ ഇറങ്ങുന്നത് അവരിൽ നിന്നാണ്. God starts working through them. They became the temple of the living God. They are the temple of the living God. ദൈവം താമസിക്കുന്ന സ്ഥലമായി മാറി. It becomes a place where God dwells. തൊട്ടിട്ട് പറ, ദൈവം താമസിക്കുന്ന സ്ഥലമായി മാറി. Look at yourself and say, I am the place where God Christ, dwells. the hope of the glory, is dwelling in you. Christ, the hope of glory, is dwelling The in us. mystery which was hidden for ages and generation, now it's revealed. That Amen. mystery is Christ, the hope of the glory, is dwelling in you. Amen. Hallelujah. Hallelujah. You can release God from you. We can release God from us. Hallelujah. 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 When you pray, you are releasing God.
Hallelujah. When you Hallelujah. walk, you are releasing God. Amen. When you are in trouble, simply you can release your God. Amen. Because God is dwelling in you. And Amen. you became the temple of the living God. Amen. Come on. Hallelujah. We are the people privileged by God to become the temple of the living God. Come on, give a wonderful clap offering to the Lord and receive this anointing this morning. Amen. Hallelujah. 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 This was a mystery. This was a mystery. In one body, different ideologies, different identities became one in one body. That was the mystery God revealed to Paul the apostle in chapter 3 of Ephesians. 3-ാം അധ്യായത്തിൽ ദൈവം ഇതാണ് വെളിപ്പെടുത്തി കൊടുത്തത്. പൗലോസേ, ഞാൻ പല ജാതികളെ, പല മതക്കാരെ, പല ഭാഷക്കാരെ എൻ്റെ ശരീരത്തിലേക്ക് കൊണ്ടിടാൻ പോകുകയാണ്. This is what made Paul understand. People of different communities, languages, religion, nations are coming together in one body. Hallelujah. 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 ദൂരത്തായിരുന്ന നിങ്ങളോടും സമീപത്തായിരുന്ന യഹൂദനോടും ഒരേ സുവിശേഷം. It is the same gospel which goes to you who were far away and to the Jew who was close. അകന്നു കിടന്നവനെ അടുത്തിരുന്നവനോടും ഒരേ സുവിശേഷം. The same gospel goes to the one who's far away and who was close to him. ദൈവം നിരന്നത് യേശുവിന്റെ ശരീരത്തോടാണ്. He has reconciled through the body of Christ. അതൊന്നുകൂടെ പറ. ദൈവം, സൗരങ്ങളെ ലിസൺ കെയർഫുള്ളി, മലയാളം മനസ്സിലാവുന്നവർ നല്ലൊരു ശ്രദ്ധിക്കുക. ദൈവം നിരന്നത്, ദൈവം ലോകത്തോട് നിരന്നത്, ദൈവം ലോകത്തോട് ക്ഷമിച്ചത്, ദൈവത്തിന്റെ മുമ്പിൽ നിന്ന് ഒരു ശരീരം നിമിത്തമാണ്. ആ ശരീരം യേശുവിന്റെ ശരീരമായിരുന്നു. God reconciled himself to the whole world through the one body, and that was only through the one body. Through that one body, and that was the body of Jesus. യേശുവിന്റെ ശരീരം നിമിത്തമാണ് ദൈവം ലോകത്തോട് ക്ഷമിച്ചത്. It was through the body of Jesus that God has reconciled himself to the world. ആ ശരീരത്തിന്റെ കെയർ ഓഫിലാണ് റീകൺസിലിയേഷൻ നടന്നത്. It was through that body of Christ that reconciliation has ആ happened. ശരീരത്തിന് വേർവ്യത്യാസം വരത്തില്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ നിരപ്പിനും വേർവ്യത്യാസം വരുത്തുകയില്ല. If that body doesn't change, then the reconciliation that you received will not change. നിങ്ങളുടെ സമാധാനം ഏതോ വചനത്തിലല്ല, നിങ്ങളുടെ സമാധാനം അവനിലാണ്. Your peace is not in any verse, it is in Jesus. നിങ്ങളുടെ സമാധാനം നിങ്ങൾ എന്തോ ചെയ്തിട്ട് കിട്ടിയതല്ല, നിങ്ങളുടെ സമാധാനം ഒരു വ്യക്തിയാണ്. ഹിസ് നെയിം ഈസ് ജീസസ്. Your peace is അവൻ not നമ്മുടെ സമാധാനം. Jesus ഒന്ന് പറഞ്ഞു, is അവൻ our എൻ്റെ peace. സമാധാനം. ജീസസ് ഈസ് മൈ our പീസ്. peace. ഇവിടെയാണ് അത് തുടങ്ങേണ്ടത്. ഇഫ് ജീസസ് ഈസ് മൈ പീസ്, എൻ്റെ സമാധാനം യേശുവാണ്. എൻ്റെ സമാധാനം പോകുന്നത് എങ്ങനെയാ? If യേശു Jesus- പോകത്തില്ലല്ലോ, യേശു പോകത്തില്ലല്ലോ, യേശു പോകത്തില്ലല്ലോ. എൻ്റെ സമാധാനം യേശു ആണെങ്കിൽ എൻ്റെ സമാധാനം പോകത്തില്ലാത്തതിൻ്റെ കാര്യം, സമാധാനം എനിക്ക് തന്നെ ആള് പോകത്തില്ല. അയാളുടെ പേര് യേശു എന്നാണ്. അത് അനുഭവിക്കുന്നവർക്കായി സ്തോത്രം. ഇന്ന് അത് സ്വീകരിക്കാനാ നിങ്ങൾ വന്നിരിക്കുന്നത്. Receive that peace, Jesus in you. ആ ഒരു അണ്ടർസ്റ്റാൻഡിംഗിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുവന്നിരിക്കുന്നത്. He has brought us to this understanding. ജീസസ് ഈസ് മൈ പീസ്. Jesus is my peace. ഞാൻ ചോദിക്കുകയായിരുന്നു, അതിക്രമങ്ങൾ ചെയ്ത ലോകത്തോട് ക്ഷമിക്കാൻ ദൈവത്തിന്റെ മുമ്പിൽ നിന്ന്, ദൈവത്തിന് മുമ്പിൽ നിന്ന് എന്താണ്? We who are dead in sins and trespasses, what was it that stood before God for God to reconcile to the whole world? എന്ത് കണ്ടുകൊണ്ടാണ് ദൈവം ലോകത്തിന്റെ ലംഘനങ്ങളെ ഇനി കണക്കെടുത്തില്ലെന്ന് പറഞ്ഞത്? What did God see when he said, I will not count your iniquities anymore? ഒരൊറ്റ ശരീരം ഉണ്ടായിരുന്നല്ലോ മുമ്പിൽ, വേറെ ഒന്നുമില്ല. He saw the body of Jesus. ഒരൊറ്റ ശരീരത്തെ കണ്ടുകൊണ്ടാണ് ദൈവം പറയുന്നത്, ഞാൻ ഇനി ലോകത്തിന്റെ ലംഘനത്തെ കണക്കെടുത്തില്ല. He looked at one body and he said, I will not keep an account of your iniquities. ദൈവത്തിന്റെ മുമ്പിൽ ലോകത്തിന്റെ ലംഘനങ്ങളെ എടുത്തു മാറ്റിയ 9 ശരീരമില്ലായിരുന്നു, ഒരൊറ്റ ശരീരമേ ഉണ്ടായിരുന്നുള്ളൂ. അത് യേശുവിന്റെ ശരീരമാണ്. There was only one body, that is the body of Jesus, who took away the sins of the world. ആ ബോഡിയിലാണ് നിങ്ങൾ ഞാൻ ഇപ്പോൾ ഉള്ളത്. We are in that body. Amen. നിങ്ങൾ കേട്ടില്ലെന്ന് തോന്നുന്നു, ഞാൻ ഒന്നുകൂടി ആവർത്തിക്കാം. ആ ശരീരത്തിലാണ് നിങ്ങളെ എന്നെയും കൊണ്ടുവന്നിരിക്കുന്നത്. We have been brought into that body. അതിന്റെ ഡെപ്ത് ഒന്ന് പിടിച്ചിരുന്നെങ്കിൽ, എൻ്റെ അമ്മോ, Think of that depth. നിങ്ങളുടെ ഉള്ളത്തിൽ അതൊന്ന് പതിഞ്ഞിരുന്നെങ്കിൽ.
if that touches your heart. ഒരു ശരീരത്തെ ഞാനത് ഇവിടുന്ന് വായിക്കാം, അന്നേരം കൂടുതൽ മനസ്സിലാകും. കാരണം ഇത് ആദ്യമായിട്ട് ഇന്ന് കേൾക്കുന്നവരുണ്ട്, അവർക്കിത് മനസ്സിലാക്കാൻ അത്ര ഇവിടുന്ന് പറ്റുകയില്ല. എഫിഷ്യൻസ് 2 തന്നെ എടുക്കുക. ഓക്കെ, 2 verse 16. Ephesians 2:16. Okay, and might reconcile them both in one body. God made the reconciliation through one body by considering one body. Vaachya vakyam. And in one body to reconcile to both of them. reconcile Both of them one body, single body. in one body. Hallelujah. In that one body, you and I, we are created as a new creation. Amen. Hallelujah. Hallelujah. My Jesus. എന്നെ അത് ഭയങ്കരമായിട്ട് പിടിച്ചു കൊടുക്കും. Thank you, Jesus. ആ ശരീരമാണ്. It is that body. കുറച്ചുകൂടെ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞാൽ കുറച്ച് നിങ്ങൾക്ക് മനസ്സിലാവും. മുമ്പേ നീ ഒരു ശരീരത്തെ ഒരുക്കി വെച്ചിരുന്നു. He had already predestined or prepared a body beforehand. ഹീബ്രൂസിൽ അത് പറയുന്നുണ്ട്, നീ മുമ്പേ തന്നെ ഒരു ശരീരത്തെ ഒരുക്കി വെച്ചിരുന്നു. ഇതാ ഞാൻ വരുന്നു, Behold, I come. പുസ്തകച്ചുരുളുകളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു. നീ മുമ്പേ തന്നെ എനിക്കൊരു ശരീരത്തെ ഒരുക്കി വെച്ചിരുന്നു. മുഴുവൻ ലോകത്തോടും ദൈവം നിരപ്പ് വരുത്താൻ വേണ്ടി ദൈവം മുന്നമേ ഒരു ശരീരത്തെ ഒരുക്കി വെച്ചിരുന്നു. A body was already prepared before the foundation of the world for God to reconcile himself to the whole world. ആ ബോഡിയാണ് യേശുവിൽ വെളിപ്പെട്ട ബോഡി. And that is the body which was revealed in Jesus. ലോകത്തോട് മുഴുവൻ ദൈവം ക്ഷമിക്കാൻ വേണ്ടി ദൈവം ഒരുക്കി വെച്ചിരുന്ന ഒരു ശരീരം ഉണ്ടായിരുന്നു. A body was prepared before the foundation of the world for God to reconcile the whole mankind to himself. ആ ശരീരമായിരുന്നു യേശുവിന്റെ ശരീരം. That body was the body of Jesus. ആ ശരീരം അവിടെ നിൽക്കുന്നത്രയും കാലം As long as the body remains, ദൈവത്തിന്റെ റെക്കൺസിലേഷൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. his reconciliation continues. ഹല്ലേലൂയ. Hallelujah. നിങ്ങളെ എന്നെ ആ ബോഡിയിലേക്കാണ് കൊണ്ടുവരുന്നത്. We have been brought into that body. ആ ബോഡിക്ക് പുറത്ത് Outside that body, റെക്കൺസിലേഷൻ ഇല്ല. there is no reconciliation. ഈ ബോഡിക്ക് പുറത്ത് നിൽക്കുമ്പോൾ ദൈവവും നിങ്ങളുമായിട്ട് ശത്രുത്വമാണ്. When you stand outside the body, you are an enemy of God. You are stranger. You're a stranger. യേശു ദൈവം എന്ന് വിശ്വസിക്കുന്നവരുടെ സമൂഹം, When you believe that Jesus is your Lord, യേശു ദൈവം എന്ന് വിശ്വസിച്ചപ്പോ when you believe that Jesus is God, എന്താ സംഭവിച്ചത്? what has happened? Come on, എന്താ സംഭവിച്ചത്? What has happened? നിങ്ങൾ ഞാനും ഈ ശരീരത്തിലായി. We came into the body. ആ ശരീരത്തിലാണ് In that body, പാപക്ഷമയുള്ളത്, there's forgiveness of sins, നിരപ്പുള്ളത്, there's reconciliation, നിത്യജീവനുള്ളത്, eternal life, നിത്യജീവനുള്ളത്, eternal life. എല്ലാം ഉള്ളത്. Everything is there ആ inside that body. ശരീരത്തിന് പുറത്തിറങ്ങിയതൊന്നുമില്ല. If you come out of that body, there's nothing. ഹലോ, ഒന്ന് മിണ്ടിക്കയാമേ. Amen. ആ ശരീരത്തിലെല്ലാം ഉണ്ട്. In that body, there's everything. എല്ലാം ഉള്ള ഈ ശരീരത്തിലേക്കാണ് സുവിശേഷം നിങ്ങളെ വിളിച്ചത്. The gospel has called you into that body which is everything. The call of the gospel, the call of the gospel is to that body. When you responded to the call of the gospel, ആ ശരീരത്തിലായി. you came into that body. സുവിശേഷത്തിന്റെ വിളിയോട് പ്രതികരിച്ചത് എങ്ങനെയാ? യേശു സുവിശേഷം പറഞ്ഞു, യേശു ദൈവമാണ്. ഓക്കെ, സുവിശേഷത്തിന്റെ വിളിയോട് പ്രതികരിച്ചു, യേശു ദൈവമാണെന്ന് വിശ്വസിച്ചപ്പോൾ. The gospel told us that Jesus was God. When you responded, you believed that Jesus is God. നിങ്ങൾ ആ ശരീരത്തിൽ കയറി. You came into the body. ഈ ശരീരത്തിൽ In this body, നിങ്ങൾക്ക് സമാധാനമുണ്ട്. we have peace. ദൈവത്തോട് സമാധാനമുണ്ട്. We have peace with God. നിങ്ങൾക്ക് സമാധാനമുണ്ട്. We have peace നിങ്ങൾക്ക് with God. ദൈവത്തോട് നിരപ്പുണ്ട്. We have been ഈ reconciled. ശരീരത്തിൽ നിങ്ങൾ പരദേശിയല്ല. In ഈ this ശരീരത്തിൽ നിങ്ങൾ body. അന്യന്മാരല്ല. ഈ ശരീരത്തിൽ നിങ്ങൾ ദൈവഭവനത്തോട് അകന്നവരല്ല. Amen. In this നിരപ്പില്ല. body, മനസ്സിലാവുന്ന ഇല്ല ഡോക്ടർക്ക് അത് മനസ്സിലാവുന്നുണ്ടോ? ഒന്ന് പറഞ്ഞേ. we were strangers, pilgrims. We were outside God. The gospel has called us to come into the body. It was the body which is reconciled
God has reconciled to the world through this body. through this body. And Inside this body, you have everything. You have eternal life. gospel എന്ത് ചെയ്തു? ഈ ബോഡിയിലേക്ക് Gospel has called us into Into this this body. body. We respond to the call of the gospel. By responding to the call of the gospel, now you are in the body of Christ. Amen. And in that body of Christ, you are a new creation. ഈ ശരീരത്തിൽ വന്നവരെയാണ് പുതിയ സൃഷ്ടി എന്ന് വിളിക്കുന്നത്. It is the people who came into the body, you are called a new creation. ഇതൊരു ലോക്കൽ ചേർച്ച് അല്ല. This is not a local church. ഈ ബോഡി എന്ന് പറയുന്നത് is not a local church. This body is not a local church. 30-50 പേര് കൂടി 15 കമ്മിറ്റി കൂടുന്ന ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പ് അല്ല അത്. This is not a particular group where people gather together. It's a body of Christ. This is a body of Christ. അതിനെ തന്നെയാണ് ദൈവരാജ്യം എന്ന് വിളിച്ചിരിക്കുന്നത്. That is called the kingdom of heaven. അതിനെ തന്നെയാണ് സഭ എന്ന് വിളിച്ചിരിക്കുന്നത്. That is called the church. നിരപ്പ് വന്ന ആ ശരീരത്തിലേക്ക് ജാതികളെയും വിളിച്ചു എന്നതാണ് പൗലോസിന് കിട്ടിയ രഹസ്യം. The mystery what Paul had received from God was that it was the Gentiles as well called into the body. Okay. Call into the body എന്നല്ല, ജെന്റൈൽസും The Gentiles were also called into the body as a new creation. as a new creation. അതവിടെ പറയുന്നുണ്ട്. നിങ്ങൾ ആ വാക്യം വേണമെങ്കിൽ ഒന്ന് വായിച്ചോ. verse 2 verse. ഒരു ശരീരത്തിൽ 16 16ാമത്തെ വാക്യം. Ephesians 2:16. ഓക്കെ, വായിച്ചോ, ഇംഗ്ലീഷ് വായിച്ചോ. And might reconcile them both in one body unto God through the cross, having slain the enmity thereby. അതിന് 15ാം വാക്യം തുടങ്ങുന്ന മലയാളത്തിൽ ഒന്ന് നോക്കിക്കണേ. ഇംഗ്ലീഷിൽ എവിടെ നിങ്ങളത് കണ്ടുപിടിച്ചു. ഇരുപക്ഷത്തെയും തന്നിൽ ഒരു പുതിയ മനുഷ്യനാക്കി സൃഷ്ടിപ്പാൻ. He might create in himself of the two one new man, making peace. One new humanity. His purpose was to create in himself one new humanity out of the two, thus making peace. എത്ര വിശാലമായ അർത്ഥം നോക്കി. One New humanity. new humanity. That is new mankind. Hallelujah. Hallelujah. ശരീരത്തെ കൊണ്ടിട്ടിട്ട് ഒരു പുതിയ കമ്മ്യൂണിറ്റി പുറത്തു വന്നു. He created in himself, in that body, a new humanity out of the two. ഇപ്പൊ രണ്ടെണ്ണം ഇല്ല. Now there is no two, there's no Jews and Gentiles. ഒറ്റ ഒന്നേ ഉള്ളൂ. There's only one. അത് കർത്താവിന്റെ ശരീരമാണ്. That is the body of Christ. ഓ, ഒരു ഹല്ലേലൂയ പറഞ്ഞേ. Hallelujah. എത്ര പേർക്ക് ഇത് മനസ്സിലാവുന്നു ഞാൻ How പറയുന്നത്? many understand? അപ്പൊ ആകെ പാടെ ഇതേ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. All you have to concentrate is only this. ഞാൻ ഈ ശരീരത്തിലുണ്ടോ ഇല്ലയോ? That's all. Whether you are in the body or not. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. You only have to look at whether you are in this body or not. ഞാൻ ആ സഭയിൽ ചേർന്നോ ഈ സഭയിൽ ചേർന്നോ, ആ പള്ളി വിട്ടോ ഈ പള്ളി വിട്ടോ, ആ മതത്തിൽ പോയി ഈ മതത്തിൽ നോ. It is not ഈ whether ശരീരത്തിൽ നിങ്ങളുണ്ടോ. it is not what church you go, what denominations you go. Are you in this body? ഉണ്ടെങ്കിൽ If you are in this body, അവിടെ നിങ്ങൾക്ക് റെക്കൺസിലേഷൻ ഉണ്ട്. you have reconciliation അവിടെ there. നിങ്ങൾക്ക് എറ്റേണൽ ലൈഫ് ഉണ്ട്. There you have eternal life. ആ ശരീരത്തിൽ നിങ്ങൾക്കെല്ലാം ഉണ്ട്. In that body you have everything. അവിടെ 8 സ്പിരിറ്റ് ഇല്ല, ഒറ്റ സ്പിരിറ്റേ ഉള്ളൂ. There's only one spirit there. ഹല്ലേലൂയ. Hallelujah. ഇത് മാത്രം ചിന്തിച്ചാൽ മതി. Think only of this. ഇത് മാത്രം ചിന്തിച്ചാൽ മതി. അവരെന്നെ പുറത്താക്കി ഇവരെന്നെ അകത്താക്കി. നോ. It is not that you went into some church or someone threw you out. എനിക്ക് അവിടുത്തെ കാര്യങ്ങളുമായിട്ട് യോജിക്കാൻ പറ്റുന്നില്ല, ഞാൻ ഇവിടുത്തെ കാര്യങ്ങളുമായിട്ട് യോജിക്കാൻ വേണ്ടി ഇവിടെ വന്നിരിക്കുകയാണ്. 8 കൊല്ലം കഴിയുമ്പോൾ ഞാൻ പറയും എനിക്ക് ഇവിടുത്തെ കാര്യമായിട്ട് ഇപ്പോൾ ഒട്ടും യോജിക്കാൻ പറ്റുന്നില്ല. പണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇച്ചിരി അവിടുത്തെ കാര്യം. It is not the matter of different denominations or different churches. ദൈവം നിങ്ങളെ എവിടെയാണ് നിർത്തിയിരിക്കുന്നത്? Wherever God has put you, അവിടെ നില്ലേ? stay there. മനുഷ്യ ഡിനോമിനേഷൻ എല്ലാം മനുഷ്യ സംഘടനകളാണോ, മാനുഷിക ബിൽഡപ്പ് ആണോ, എല്ലാത്തിനും കുറവുകളുണ്ട്. All the denominations are man-made, so they will have their weaknesses as well. അതിൻ്റെതായ കുറവുകൾ അതിൻ്റെ അകത്ത് എല്ലാം ഉണ്ട്. All have their weaknesses. വീക്ക്നെസ് ഇല്ലാത്ത ഒരെണ്ണം പോലും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. There is not a single church or a denomination which has no weakness. എല്ലാത്തിനകത്തും ഉണ്ട്.
ഇക്കരെ നിൽക്കുമ്പോൾ എല്ലാവർക്കും അക്കരെ പച്ച തോന്നും, അക്കരെ നിൽക്കുമ്പോൾ ഇക്കരെ പച്ച തോന്നും. When we stay in one church, we feel that the grass is greener on the other side. ഇവിടുന്ന് അങ്ങോട്ട് ഓടും, അവിടുന്ന് ഇങ്ങോട്ട് ഓടും. So you go from one church to another. ഒരു കാര്യമില്ല. There is no use. ഒറ്റ ചിന്ത നിങ്ങളുടെ ഉള്ളിൽ എഴുതിക്കോ. There's only one thing which is needed. ഞാൻ ഈ ശരീരത്തിലുണ്ടോ? Whether I am in the body. That's all. That is all. That's all. That's all. വേറെ ഒന്നും നോക്കണ്ട. Don't look at anything else. വേറെ ഒന്നും ശ്രദ്ധിക്കണ്ട. Don't bother about anything else. ദൈവം ലോകത്തോട് നിരന്ന, ദൈവം ലോകത്തിന് നിത്യജീവൻ കൊടുത്ത, ദൈവം ലോകത്തിന് പാപക്ഷമ കൊടുത്ത, ദൈവം ലോകത്തിന് രോഗസൗഖ്യം കൊടുത്തത് മുഴുവൻ ഒരു ശരീരത്തെ നോക്കിയിട്ടാണ്. God reconciled to the whole world, looking only at one body. കാരണം ദൈവത്തിന് മുമ്പാകെ നിൽക്കാൻ വേറൊരു ശരീരമില്ല. There was no other body to stand in front of God. മാനവജാതിക്ക് നിത്യജീവനും നിരപ്പും വാങ്ങി തരാൻ ദൈവത്തിന് തന്റെ മുമ്പിൽ നിർത്താൻ വേറൊരു ബോഡി ഉണ്ടായിട്ടില്ല. There was no other body to stand before God to get reconciliation or forgiveness from God. വേറൊരു ശരീരമില്ല. There was no other body. അതുകൊണ്ടാ ദൈവം തന്നെ ഒരുക്കി ഒരു ശരീരത്തെ കൊണ്ടുവന്നേ. So that is why God prepared a body. ഇവിടെയുള്ള ഒരു ശരീരത്തിനും പറ്റൂല. None of the bodies which are here can do it. ദൈവത്തിന് മുമ്പാകെ മനുഷ്യന്റെ മുമ്പാകെ നിൽക്കണമെങ്കിൽ ദൈവത്തോട് കൂടെ ഇരുന്നവൻ മനുഷ്യനാകണം. If you have to stand before God and man, you have to come from God. അങ്ങനെ ഒരു ശരീരത്തെ ഉണ്ടാക്കിക്കൊണ്ട് വന്നു. That is why the body was prepared by God ലോകത്തോട് നിരക്കാൻ. to reconcile himself to the ആ world. ശരീരമായിരുന്നു യേശുവിന്റെ ശരീരം. That body is the body of Jesus. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ആ ശരീരത്തിൽ ദൈവം ക്ഷമിച്ചുവല്ല. In that body, he forgave the sins. ആർക്കും ഒന്നും പറയാനില്ല. There's nothing what anyone can ആ say. ശരീരത്തെ ദൈവം ക്ഷമിച്ചതിനും എല്ലാം പറയാനുണ്ടോ? പറഞ്ഞോണ്ടിരുന്നാലും ചുമ്മാ കല്ലറ പറഞ്ഞോണ്ടിരിക്കാന്നേ ഉള്ളൂ. കല്ലറ അവരുടെ വീട്. ഒരു കാര്യമില്ല. God has forgiven all through the body. ഹല്ലേലൂയ. You can't question that. ആ ബോഡിയിൽ ഒരു വീക്ക്നെസ് ആർക്കും കാണിക്കാനില്ല. You cannot show any weakness in that body. വേറെ ഏത് ബോഡിയിലും വീക്കുണ്ട്. Any other body is weak. ദൈവത്തിന് മുമ്പിൽ നിൽക്കാൻ യോഗ്യമായ ഒരു ശരീരമേ ഉണ്ടായിരുന്നു. There was only one body which was eligible to stand in front of God. അത് യേശുവിന്റെ ശരീരമായിരുന്നു. That is the body of Jesus. ആ ശരീരത്തിൽ In that body, ദൈവം എല്ലാം ചെയ്തു. God did everything. ആ ശരീരം നമുക്ക് വേണ്ടി എല്ലാം ചെയ്തു. That body did everything for us. ക്രൂശിൽ യേശുവിന്റെ ക്രൂശിക്കപ്പെട്ട രൂപം കാണുമ്പോഴേ നിങ്ങളുടെ ഹൃദയത്തിൽ എഴുതിക്കോണം. When you see the Christ on the cross, when you see Jesus crucified on the cross, ദൈവം ഒരുക്കിയെടുത്ത ശരീരമാ കിടക്കുന്നത്. that was the body which was prepared by God. ലോകത്തോട് ദൈവം ക്ഷമിച്ച ശരീരമാ കിടക്കുന്നത്. That is the body where God reconciled to the എനിക്ക് world. നിരപ്പ് കിട്ടിയ ശരീരമാ കിടക്കുന്നത്. That is the body where I was reconciled. എനിക്ക് ജീവൻ തന്ന ശരീരമാ കിടക്കുന്നത്. That is the body which gave me life. ആ ശരീരം അവിടെ ഉള്ള എത്രയും കാലം As long as that body remains, എന്റെ നിരപ്പ് മാറിപ്പോകത്തില്ല. my reconciliation doesn't എന്റെ change. സമാധാനം മാറിപ്പോകത്തില്ല. My peace doesn't change. എന്റെ വിടുതൽ ഇല്ലാതാവത്തില്ല. My എന്റെ deliverance doesn't അത്ഭുതം go there. നടക്കാതിരിക്കത്തില്ല. My miracles will happen. ഞാൻ അനുഗ്രഹം അനുഭവിക്കാൻ കാര്യം ആ ശരീരം അവിടെ ഉള്ളതുകൊണ്ടാണ്. Because of that body which is there, I will be prosperous. Hallelujah. Hallelujah. I am blessed through the body of Christ. Amen. ഹല്ലേലൂയ. ആ ശരീരത്തിലാണ് പിതാവായ ദൈവം എല്ലാം നിവർത്തിച്ചത്. Everything was done in that body. ആ ചരിത്രം ഒന്ന് കാണാം. Before thou hast prepared a body for me, oh God, thou hast prepared മുമ്പേ തന്നെ നീ എനിക്ക് വേണ്ടി ഒരു ശരീരത്തെ ഒരുക്കി വെച്ചിരുന്നു. God had prepared a body for Jesus. ഇവിടെ എല്ലാം നോക്കി എവിടെയെങ്കിലും ഒരു വീക്ക്നെസ് ഇല്ലാത്ത ബോഡി ഉണ്ടോ എന്ന് നോക്കി. God looked around to see if there was any body without weakness. ഒറ്റ ഒന്നിനെ പോലും കണ്ടില്ല. He didn't see any. എല്ലാത്തിനെയും നോക്കി. He looked at all. അപ്പച്ചമാരെ നോക്കി. ഒറ്റ ഒന്നിനെ പോലും കണ്ടില്ല. He didn't see anyone without weakness. ഒരു മേഖലയിലല്ലേ മറ്റൊരു മേഖല വീക്കാ. They are in any area, different areas, they are weak. ഒരു ബോഡിയെ കണ്ടു. He saw one body. വീക്ക് അല്ലാത്ത ഒരു ബോഡി. There was one body which was not ഒരു weak. വീക്ക്നെസ്സും കാണിക്കാനില്ലാത്ത ഒരു ബോഡി. One body which couldn't show any weakness. സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ബോഡി. Body which came down from heaven. ആ ബോഡിയെ നോക്കിയിട്ട് ദൈവം പറഞ്ഞു, God looked at that body and said, ഇതിൽ ഞാൻ ഒരു ന്യൂ ഹ്യൂമാനിറ്റി ഉണ്ടാക്കാൻ പോവാ. I will create a new humanity in this body. ഈ
ശരീരം കൊണ്ട് ഞാൻ ഒരു പുതിയ ഹ്യൂമാനിറ്റി ഉണ്ടാക്കാൻ I will create a new humanity. ഹല്ലേലൂയ Hallelujah. ഹല്ലേലൂയ Hallelujah. ഹല്ലേലൂയ. Hallelujah. ഒരു പുരുഷനെ ദൈവം നോക്കി He looked at a person ഒരു കൂട്ടം സന്തതികളെ ഉണ്ടാക്കാൻ. to make a lot of children. ഹല്ലേലൂയ. എത്ര പേർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നു? How many understand? ഒരു 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 പുരുഷനെ ദൈവം നോക്കി, ഒരു പുരുഷ ബീജത്തെ ദൈവം നോക്കി He looked at one seed ഒരു ഹ്യൂമാനിറ്റി ഉണ്ടാക്കാൻ. to make a humanity. നിങ്ങൾ ആ കാഴ്ചപ്പാടിലേക്ക് ഒന്ന് വന്നേ. പൊല്യൂഷൻ ഇല്ലാത്ത, ഫോള് വീണിട്ടില്ലാത്ത ഒരു 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 പുരുഷ ബീജത്തെ നോക്കി He ഒരു looked at ഹ്യൂമാനിറ്റി ഉണ്ടാക്കാൻ. he looked at one seed to create a new humanity. ഒരു വിത്തിനെ നോക്കി, He looked at one seed, വീഴ്ചയില്ലാത്ത ഒരു വിത്തിനെ നോക്കി the one seed which is not weak, ഒരുപാട് വിത്തുകളെ ഉണ്ടാക്കാൻ. to make many seeds. ആ വിത്തായിരുന്നു യേശു. That seed was Jesus. ഹല്ലേലൂയ. Hallelujah. സീഡ്, ആ സീഡായിരുന്നു യേശു. That seed was Jesus. അതുകൊണ്ടാ പറയുന്നത് ആ സീഡാ നിങ്ങളുടെ ഉള്ളിൽ ഇരിക്കുന്നേ. So that is why that seed is inside you. അവനെ കൈക്കൊണ്ടവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർ ദൈവത്തിന്റെ മക്കളായിരിക്കുന്നു. അവർ രക്തത്തിൽ നിന്നല്ല, ജഡത്തിന്റെ ഇഷ്ടത്താലല്ല, പുരുഷന്റെ ഇഷ്ടത്താലല്ല, ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. When you believe in God, it is that seed which comes in you, and that new person is not born of flesh or of blood, but of God. Born of God. You are born of God. Born from the life of God. Amen. ഓ, എപ്പോഴും ഓർത്തോണം, ആ ശരീരം അവിടെ നിൽക്കുകയാണ്. That body remains. Oh, hallelujah. This is the importance of the finished work. Hallelujah. ആ ശരീരത്തിലാണ് യേശു തന്റെ പ്രവൃത്തി തികച്ചത്. It was in that body where Jesus fulfilled his work. ആ ശരീരത്തിലാണ് യേശു തന്റെ പ്രവൃത്തി തികച്ചത്. He fulfilled his work in that body. ആ പ്രവൃത്തി തികച്ച ശരീരമാണ് ഇവിടെ നിൽക്കുന്നത്. It is that body where the work is complete. That body stands. ഓരോ തവണ ആ ബോഡി കാണുമ്പോൾ ഈ ഉറപ്പുണ്ടാവണം. When you look at that body, be confident. ഓ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഇത് ചെയ്യണം. That is You why have God to said, remember my body. do this in remembrance of me. You have to remember my blood. Remember the body and the blood. Hallelujah. Hallelujah. ഓരോ തവണ തിരുശരീരത്തോടും തിരുരക്തത്തോടും നിങ്ങൾ അടുക്കുമ്പോൾ ഓർക്കണം, ഈ ബോഡിയിലാണ് നിങ്ങൾക്ക് പാപമോചനവും നിത്യജീവനും നിരപ്പും സമാധാനവും എല്ലാം ലഭിച്ചത്. When you look at the body and the blood of Jesus, when you do the communion, remember it was in this body and in this blood that you have been accepted. Hallelujah. ഈ Hallelujah. ബോഡിയിലാണ് എല്ലാം നടന്നത്. It was in this body that everything was finished. പരദേശി സ്വദേശി, The stranger became, അന്യൻ സ്വന്തക്കാരൻ. we who were far away, we have become as close relations. Hallelujah. We belong to the വീടിന്റെ household. പുറത്ത് കിടന്നവൻ വീടിനകത്ത്, We who are outside the house have come ചത്ത് കിടന്നവൻ inside. അപ്പന്റെ മടിയില്. We who are dead now sitting in the bosom of the Father. നരകത്തിന്റെ വ്യക്തി സ്വർഗത്തിൽ We ഇരുത്തപ്പെട്ടിരിക്കുന്നു. who are destined for hell are seated in heaven. അതിക്രമത്തിൽ മരിച്ചു കിടന്നവൻ കർത്താവിൽ ജീവിച്ചിരിക്കുന്നു. We who are dead in sins are living for ഒരു Christ ശരീരം. through that one body. Oh, hallelujah. Hallelujah. ഇന്നും ആ ബോഡി നിൽക്കുകയാണ്. അതാണ് Even കാണുന്നത്. today the body ആ stands. ശരീരം, That body stands. ആ ശരീരം. That body stands. അടുത്തിരിക്കുന്ന ആളോടൊന്ന് പറഞ്ഞു, വേറെ ഒന്നും നോക്കണ്ട, ഈ ശരീരത്തിലാണോ എന്ന് മാത്രം നോക്കിയാൽ Tell മതി. tell the person next to you, don't look at anything, only look at whether you are in this body. വേറെ ഒന്നും നോക്കി സമയം കളയണ്ട. ഈ ഒരു ശരീരത്തിൽ അതുള്ള ഉറപ്പ് മാത്രം മതി. All you have to look is whether you are in this ഈ body. ബോഡിയിലാണോ? ഇവിടെ എല്ലാം ഉണ്ട്. ഇവിടെ എല്ലാം ഉണ്ട്. In this body there is everything. ഇവിടെ ഇല്ലാത്തതൊന്നുമില്ല. There is nothing which is not there in this ഇവിടെ body. ഇല്ലാത്തതൊന്നുമില്ല. There is nothing which is not there in this body. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. നമ്മൾ യേശുക്രിസ്തുവിനോട് അവന്റെ ശരീരമായി മാറി. We have become the body of Christ. യേശുവിന്റെ ശരീരത്തിലായി മാറി. We are in the body of Christ. ഈ രഹസ്യമാ ജാതി. My God. ഈ രഹസ്യമാണ് ദൈവം അപ്പോസ്തലന് വെളിപ്പെടുത്തി കൊടുത്തത്. This was the mystery which was revealed to Paul the apostle. ഇദ്ദേഹം ചിന്തിച്ചുകൊണ്ടിരുന്നത് യഹൂദൻ ശരീരമാകും.
It's okay. Paul thought that the Jews were inside the body. യഹൂദ ശരീരമാകാൻ യോഗ്യനാന്നല്ലോ. Anyway, the Jews were eligible. That is what Paul thought. മോശയുണ്ട്, പ്രവാചകന്മാരുണ്ട്, ന്യായപ്രമാണമുണ്ട്, ഞങ്ങൾ യോഗ്യരാന്നേ. So he thought he had the law, they had the prophets, so they were eligible to be in the body. ഇടുക്ക ചിന്താഗതിയിൽ ഞങ്ങൾ മാത്രം ദൈവത്തിന്റെ മക്കളെന്നും പറഞ്ഞ് ഡോർ ക്ലോസ് ചെയ്തിരുന്നപ്പോ കർത്താവ് കണ്ണു തുറന്ന് കാണിച്ചു കൊടുത്ത് കാണടാ. When he was thinking like this, it is then when God revealed this big mystery to him. ഞാൻ എന്റെ ശരീരത്തിൽ നിരപ്പിക്കാത്ത ഒരൊറ്റ ഒരെണ്ണം പോലും മാനവ കുലത്തിലില്ല. There is no one that I have not reconciled to the world. ആ ശരീരം നിൽക്കുകയാണ് പ്രിയരെ. That body stands. മരണമില്ലാതെ ആ ശരീരം നിൽക്കുകയാണ്. That body stands without death. ഉയർത്തെഴുന്നേറ്റ ആ ശരീരം നിൽക്കുകയാണ്. That body which is resurrected stands. 24/7 നിങ്ങൾക്ക് വേണ്ടി ഇന്റർസെഷൻ ചെയ്യുന്ന ഒരു ശരീരം നിൽക്കുകയാണ്. That body which does intercession for you 24/7. ഒരു mediation body still remains for you. That body which is a mediator remains for you. ആ മീഡിയേഷന്റെ ബോഡി ഇപ്പോഴും നിങ്ങൾക്ക് വേണ്ടി നിൽക്കുകയാണ്. That body stands for you. ഇന്ന് എന്താണെന്ന് അറിയാം ബോഡി മീഡിയേറ്റ് ചെയ്യുന്നത്? What does the body mediate? ആ ബോഡി എന്താ ഇന്ന് മീഡിയേറ്റ് ചെയ്യുന്നതെന്ന് അറിയോ? What does the body mediate today? ഇവൻ എന്റെ രക്തത്താൽ കഴുകപ്പെട്ടവനാണ്. This is the person who's washed by my blood. ഇവൻ എന്റെ ശരീരത്തിലുള്ളവനാണ്. This is the person who's in my body. അയ്യോ, കർത്താവിന്റെ ശരീരത്തിലായിരിക്കുന്നവരെ രണ്ടാം ഭാഗം ഞാൻ പറയാം, നിങ്ങൾക്ക് കർത്താവിന്റെ ശരീരത്തിന് ഭയങ്കര സംരക്ഷണമുണ്ട്. If you're in the body of Christ, you get that immense protection in the നിങ്ങൾ body of നിങ്ങളുടെ Christ. ശരീരത്തെ സംരക്ഷിക്കുമെങ്കിൽ കർത്താവ് തന്റെ ശരീരത്തെ സംരക്ഷിക്കാതിരിക്കുമോ? If you can protect your body, will God not protect his body? നിങ്ങൾ തകർന്നു പോകാൻ ഇടവരികയില്ല. You will never be broken. നിങ്ങൾ ലജ്ജിച്ചു പോകാൻ You ഇടവരികയില്ല. will never be put to shame. ഓ, നിങ്ങൾ അപമാനിതരായി ഓടിപ്പോകാൻ You ഇടവരികയില്ല. will not run away in ഈ shame. പട്ടണത്തിൽ നിങ്ങൾ മാനിക്കപ്പെടും. You will be honored. കൈ തൊടുന്നതിലെല്ലാം നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കും. Whatever you touch will be blessed. താഴ്ച പ്രാപിക്കത്തില്ല, You will not go down. ഉയർച്ച തന്നെ You പ്രാപിക്കും. will grow up. മതി എന്ന് പറയുവോളം നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. You will be blessed till നിങ്ങളുടെ you stay. സന്തതികൾ അനുഗ്രഹിക്കപ്പെടും. Children will be കാരണം അവർ blessed കർത്താവിന്റെ ശരീരത്തിലാണ്. because they are in the body of Christ. നിങ്ങളുടെ ഭാര്യ അനുഗ്രഹിക്കപ്പെടും. Your wife will be നിങ്ങളുടെ blessed. മക്കൾ അനുഗ്രഹിക്കപ്പെടും. Your children will be നിങ്ങളുടെ blessed. ഭർത്താവ് അനുഗ്രഹിക്കപ്പെടും. Your husband will be നിങ്ങളുള്ള blessed. ദേശം അനുഗ്രഹിക്കപ്പെടും. Your country will be നിങ്ങൾ blessed. സമ്പത്തിൽ അനുഗ്രഹം പ്രാപിക്കും. You'll be blessed in your finances. എന്താ കാര്യം എന്നറിയാമോ? നിങ്ങൾ അവന്റെ ശരീരത്തിലാണ്. Why? Because you are in the body of ആ Christ. ശരീരത്തെ അനുഗ്രഹിക്കാതിരിക്കാൻ ദൈവത്തിന് പറ്റുകയില്ല. How can God not bless ആ that body? ശരീരം അനുഗ്രഹം അനുഭവിക്കാൻ യോഗ്യനാച്ചായ. Because that is the only one which is eligible to be ആ blessed. ശരീരം അനുഗ്രഹം അനുഭവിക്കാൻ യോഗ്യമാണ്. That body is eligible to be Hallelujah! blessed. Hallelujah. ആ ശരീരം അനുഗ്രഹം അനുഭവിക്കാൻ യോഗ്യമാണ്. That body is eligible to be ഒന്ന് blessed. പറഞ്ഞേ, ആ ശരീരം അനുഗ്രഹം അനുഭവിക്കാൻ യോഗ്യമാണ്. That body is eligible to be blessed. ഞാൻ അനുഗ്രഹം അനുഭവിക്കാൻ യോഗ്യമാണ് കാരണം ഞാൻ ആ ശരീരത്തിലാണ്. I am eligible because I am inside that body. ഞാൻ അനുഗ്രഹം അനുഭവിക്കാൻ യോഗ്യമാണ് കാരണം ഞാൻ ആ ശരീരത്തിലാണ്. I am eligible because I am in that body. ആ ശരീരത്തിന്റെ സ്റ്റാൻഡേർഡിലാണ് ഞാൻ അനുഗ്രഹിക്കപ്പെടുന്നത്. I am being blessed according to the standard of that ആ body. ശരീരത്തിന്റെ നിലവാരത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. I am living according to the standard of that body. കാരണം ഞാൻ ആ ശരീരത്തിലാണ്. Because I am in the body. അതിനകത്ത് എവർലാസ്റ്റിംഗ് ലൈഫാണ്. There is everlasting life അതിൽ in it. കുറഞ്ഞൊന്നും എനിക്കില്ല. There is nothing less than that. അതാ യേശു പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. That is why God says, even if you die, you will live if you believe in me. യേശുവേ ആരാധന. Amen. യേശുവേ ആരാധന. Amen. പറയാൻ തുടങ്ങിക്കേ. ആ Start ശരീരത്തിൽ saying, ആ ശരീരത്തിൽ ഇല്ലാത്ത ഒന്നുമില്ല. there is nothing which is not there in that ആ body. ശരീരം ജ്ഞാനത്തിന്റെ നിറകുടമാ. It is the epitome of wisdom. ഹല്ലേലൂയ. ആ ശരീരം full of wisdom ആണ്. അതുകൊണ്ട് ആ Full of ശരീരത്തിലുള്ള wisdom. നിങ്ങൾക്ക് ജ്ഞാനത്തിന്റെ ലാക്ക് വരികയില്ല. So you will not have a lack of wisdom. Hallelujah. Jesus, by accepting the lordship of Jesus, you are in the body of Christ. Amen. You became in the body of Christ. Amen. Hallelujah. We are Hallelujah. in the body of Christ. Amen. Hallelujah. 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 I am eligible. I am eligible. Amen. Amen. I am worthy to receive that through the body of Christ. Amen. ആ ശരീരം അവിടെ നിൽക്കുക. That body stands. ഒരു ഭയങ്കര വാക്യമുണ്ട്, ലോകസ്ഥാപനത്തിന് മുമ്പേ അറക്കപ്പെട്ട കുഞ്ഞാടായ യേശു.
Before the foundation of the world, he was the lamb that was slain. അവിടെ മുതൽ ലോകസ്ഥാപനം മുതൽ ലോകാവസാനം വരെ ആ ബോഡി അവിടെ നിൽക്കുക. The body stands before the foundation till the ends of the earth. എപ്പോഴും നമ്മുടെ ഐഡന്റിറ്റി ആ ബോഡിയിലെ കാണാവുള്ളൂ. You should see your identity only in that body. ആ ശരീരത്തെ കൊണ്ട് ഇട്ട് നമ്മുടെ ഐഡന്റിറ്റി ആ ശരീരത്തിൽ ഇടുന്നത് വരെ ഉണ്ടായിരുന്നു. പക്ഷെ ആ ശരീരത്തിൽ ഇട്ട ശേഷം ആ ശരീരത്തിന്റെ ഐഡന്റിറ്റിയാണ് നമ്മുടേത്. Till we were not put in that body, You understand what we I'm were saying? separate. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? ആ ശരീരത്തിൽ ഇടുന്നത് വരെ യു കാൻ ഫോളോ മലയാളം, റൈറ്റ്? യു ക്യാൻ ഫോളോ മലയാളം. ഓക്കെ? ആ ശരീരത്തിൽ ഇടുന്നത് വരെ നമുക്ക് സെപ്പറേറ്റ് ഐഡന്റിറ്റി ഉണ്ടായിരുന്നു. എനിക്ക് എൻ്റെ എന്ന് പറയുന്ന ഒരു ആസ്തിക്യം ഉണ്ടായിരുന്നു, ഒരു എക്സിസ്റ്റൻസ് ഉണ്ടായിരുന്നു. പക്ഷെ ആ ശരീരത്തിൽ ഇട്ടപ്പോൾ എൻ്റെ എക്സിസ്റ്റൻസ് മുഴുവൻ ആ ബോഡിയുടേതായി. I had a separate existence or an identity before I came into the body. But inside the body, I don't have a separate existence or an identity. അതുകൊണ്ടാണ് ആ പദം ഇങ്ങനെ പറയുന്നത്, മനുഷ്യൻ became ക്രിസ്തുവിലുള്ള മനുഷ്യൻ. That is why man became a person in Christ. Man became man in Christ. Hallelujah. Hallelujah. എൻ്റെ ഐഡന്റിറ്റി മുഴുവൻ ക്രിസ്തുവിലായി. My identity is in Christ. ഞാൻ യേശുവിലായി. I am in Christ. ആ ബോഡിയാണ്, It is that body, ഒന്ന് പറഞ്ഞ ആ ബോഡിയാണ് it is that body. ഞാൻ എന്തു അനുഭവിക്കുന്ന when you pray for something, when you pray for some reason, anyway, hallelujah, you look very handsome today. Let me see. Wow, praise God, hallelujah. You know why you are beautiful? You are in the body of Christ. Hallelujah. Sister, you too. Praise God. Hallelujah. Hey, kids, you too. You are beautiful. You know why? You are in the body of Christ. ആ ശരീരത്തിൽ സുന്ദരനായില്ലേ പേടിക്കേണ്ടതുള്ളൂ. കാരണം ആ ശരീരം എന്ന് പറയുന്നത് സൗന്ദര്യത്തിന്റെ പൂർണ്ണതയാണ്. He is the fullness of beauty, so you will be beautiful in him. Hallelujah. In Christ. ആ praise God. നിങ്ങളുടെ ആ സെപ്പറേറ്റ്, നമ്മുടെ എല്ലാം സെപ്പറേറ്റ് ഐഡന്റിറ്റികളെ ഇവിടെയാണ് കൊണ്ട് നമ്മൾ നിക്ഷേപിക്കുന്നത്. All our separate identities have all come into the body of Christ. നമ്മൾ എന്നിട്ട് പറയാണ്, ഇനി എൻ്റെ ഐഡന്റിറ്റി ബോഡിയുടെ ഐഡന്റിറ്റിയാണ്. Now my identity is in the body. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത് ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു. So that is why the Bible says, I see a new man in Christ. ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു. I see a man in Christ. ശരീരത്തിലുള്ള ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു. I see a man in the body. Hallelujah. Hallelujah. ശരീരത്തിലുള്ള ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു. I see a man in the body. അവനെ ദൈവം കാണുന്ന ഒരു കാര്യം ദൈവമക്കളെ ഉള്ളത്തിൽ എഴുതുക, പ്ലീസ്. It's my humble request. നിങ്ങൾ ഇതൊന്ന് listen carefully. യേശുവിന്റെ ശരീരത്തിലൂടെയാണ് ദൈവം നമ്മെ കാണുന്നതെങ്കിൽ ആ ശരീരത്തിന്റെ നിലവാരത്തിൽ കുറഞ്ഞ് ദൈവത്തിന് നമ്മളെ കാണാൻ പറ്റില്ല. If God sees us through the body, he cannot see us at a lower standard than the body. Hallelujah. Hallelujah. അതുകൊണ്ടാണ് ഞാൻ കുറേ വർഷങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, His holiness is my holiness. That is why his holiness becomes my holiness. Whatever എന്തെല്ലാം അവന്റേതായിട്ടുണ്ടോ അത് മുഴുവനാണ് ആ ശരീരത്തിൽ എനിക്ക് കിട്ടിയിരിക്കുന്നത്. Whatever is his, through his body I have received the same thing. Hallelujah. Hallelujah. ഈ മിസ്റ്ററി യഹൂദന് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുക. അതാണ് ഏറ്റവും അതിശയം. This mystery was revealed to a Jew. തൊട്ടാൽ തീണ്ടലുള്ള ജാതി എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന യഹൂദന് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുകയാണ്, എല്ലാവരും കർത്താവ് ഒരു ശരീരത്തിലായിട്ടിരിക്കുന്നത്. So this is the mystery which was revealed to Paul, that all are brought together in one body. പൗലോസിന് മാത്രമല്ല, പത്രോസിനെ ഇത് തന്നെയാണ് കാണിച്ചത്. ഞാൻ ഇന്നലെ സഞ്ചി എടുത്ത് കാണിച്ചു. ഇനിയിപ്പോ ഇന്ന് ഇവിടുന്ന് സഞ്ചി ഒപ്പിക്കുവോ? This was the same vision which was showed to Paul as well as Peter. സഞ്ചി ഉണ്ടോ? ഭൂമിയിൽ എല്ലാവിധ മൃഗങ്ങളും കയറുന്ന സഞ്ചിയാണ് ഇത്. ഏനാ എന്റെ പോനാച്ചായത്. പത്രോസിന് ഈ ദർശനമാണ് കാണിക്കുന്നത്. This was the vision which was shown to Peter. Acts 10 നിങ്ങൾ വായിച്ചിട്ടില്ലേ? This is in Acts 10. എല്ലാവിധ മൃഗങ്ങളും കയറുന്ന, there was a basket which came down and all kinds of animals were in that basket. ക്ലീനും അൺക്ലീനും ആയിട്ടുള്ള, The clean and the unclean animals were in it. ഉള്ള ഒരു ബാസ്ക്കറ്റ്. The basket with all these animals. ഞാനത് തുറക്കുന്നില്ല, ഇത് അത് മിക്കവാറും ഫുൾ അൺക്ലീൻ ആയിരിക്കും.
ക്ലീൻ അൺക്ലീൻ ആയിട്ടുള്ള മൃഗങ്ങളുള്ള ബാസ്ക്കറ്റ്. So basket had come down which had the clean as well as the unclean animals. എന്നിട്ട് ദൈവം പറയാണ് ഞാൻ ശുദ്ധീകരിച്ചാണ് ഇതിനെ. And God says, I have cleansed these. പത്രോസിനെ അതിനെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. Paul could not acknowledge it. Peter. പത്രോസിന് ഉൾക്കൊള്ളാൻ പറ്റും. പത്രോസ് ചോദിക്കുകയാണ് അതെങ്ങനെ ശരിയാന്നേ. But Peter says, how can this happen? ശുദ്ധിയുള്ള മൃഗങ്ങളെ നീ ശുദ്ധീകരിച്ചാന്ന് പറഞ്ഞാൽ എനിക്കറിയാം. If you say that you have cleaned the clean animals, then I can understand. കുളമ്പ് പിളർക്കാത്തതിനെയൊക്കെ നീ ശുദ്ധീകരിച്ചാന്ന് പറഞ്ഞാൽ എനിക്ക് എങ്ങനെ മനസ്സിലാവും? But how can I understand when you say you have cleaned the unclean ones? ഒന്നാം പ്രാവശ്യം ഇറക്കി കാണിച്ചു, രണ്ടാം പ്രാവശ്യം ഇറക്കി കാണിച്ചു, മൂന്നാം പ്രാവശ്യം ഇറക്കി കാണിച്ചു. The basket came down from heaven 3 times. എന്നിട്ട് പറഞ്ഞു ഞാൻ ശുദ്ധീകരിച്ചതിനെ നീ മലിനമെന്ന് എണ്ണരുത്. And then he says, what I have cleansed, do not call it unclean. ഇത് തന്നെയാണ് ഇന്നത്തെ വിഷയം. This is the same problem then and today. ദൈവം മുഴുവൻ ലോകത്തിലുള്ളവരെയും ഒരു ശരീരമുഖാന്തരം ശുദ്ധീകരിച്ചിട്ട് ഒരു ബാസ്ക്കറ്റിൽ ഇട്ടിരിക്കുക. God has cleansed the whole world and brought into one body. It is like a basket. എന്നിട്ട് എന്നോട് പറയാണ് ഞാൻ ശുദ്ധീകരിച്ചാന്ന് നീ എന്നെ കാണ്. And then he's telling me, see that I have cleansed everyone in this. ഞാൻ ദൈവത്തോട് തിരിച്ചു പറയാണ് അതെങ്ങനെ ശരിയാവുന്നേ. And then I am telling God, how can this be correct? യഹൂദൻ ക്ലീനാന്ന് പറഞ്ഞാൽ ഉൾക്കൊള്ളാം. I can understand if you say a Jew is clean. ജാതികൾ എങ്ങനെയാന്ന് പറഞ്ഞാൽ എങ്ങനെയാ? How can I believe when you say a Gentile is clean as well? ഇവിടെയാണ് നമ്മുടെ കണ്ണ് തുറക്കേണ്ടത്. This is where our eyes should be opened. ഈ ബോഡിയിൽ അൺക്ലീൻ ഇല്ല. In this body there is no one as unclean. ഈ ബോഡിയിൽ ക്ലീൻ ആക്കിയിട്ടേ ഈ ബോഡിയിൽ ആക്കത്തുള്ളൂ. You will be made clean and then put into this body. Hallelujah. Hallelujah. ഞാൻ പറഞ്ഞില്ലേ ഈ കല്ലിന്റെ മേളിൽ വരുന്നവനെല്ലാം ശുദ്ധീകരിക്കപ്പെടുകയാണ് ഈ കല്ല് നിമിത്തം. Through the cornerstone, all the stones which are placed over it becomes clean. Hallelujah. Hallelujah. Ephesians 3 ഈ രഹസ്യം വെളിപ്പെടുത്തി കൊടുത്തു. It was in Ephesians 3 that this mystery has been revealed. നിങ്ങളെ 3:6 ആണെന്ന് തോന്നുന്നു. 3:6 Ephesians 3:6. എന്നാ എന്റെ വായിച്ചുമോനെ അവിടെ കുറെ സമയമല്ലേ ഇരിക്കുന്നു വല്ല നടക്കുമോ എന്നാ ഇത് Ephesians 3:6 Ephesians 3:6. ഓ എഫേസ്യർ തപ്പുന്നേ ഉള്ളൂ സാവു ബ്രദർ ബൈബിളിലുള്ള പറ്റിയ മ്യൂസിക്കാണ് ജാതികൾ സുവിശേഷത്താൽ Ephesians 3:6. ഇതായിരുന്നു ആ രഹസ്യം. ചാപ്റ്റർ 5 ഒന്ന് വായിച്ചേ. ചാപ്റ്റർ 5 ഒന്ന് വായിച്ചേ. സോറി വേഴ്സ് 5 ഒന്ന് വായിച്ചേ. ആ മർമ്മം ഇപ്പോൾ അവന്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും വെളിപ്പെട്ടതുപോലെ. ആടോ ആ രഹസ്യം ഒന്ന് പറഞ്ഞേ. ആ രഹസ്യം, that mystery has been revealed. ആ രഹസ്യം, that mystery ഇപ്പം വെളിപ്പെട്ടതുപോലെ has been revealed. നേരത്തെ വെളിപ്പെട്ടിട്ടില്ല. Previously it was not revealed. എന്നതാ രഹസ്യം? What was that mystery? ഒരു ശരീരത്തിൽ In one body ദൈവം മുഴുവൻ ലോകത്തെയും he has reconciled ചെയ്തെന്നുള്ള രഹസ്യം. That was the mystery. He has reconciled the whole world to himself through that one body. ഒരു ശരീരത്തിൽ In that one body ദൈവം മുഴുവൻ ലോകത്തെയും he reconciled the whole world നിരപ്പിച്ചു എന്ന രഹസ്യം to himself. മനസ്സിലായിരുന്നില്ല. That was the mystery. It was not revealed പക്ഷേ previously. അപ്പോസ്തലന്റെ ദൈവം തുറന്നു കൊടുത്തു. But now it was revealed to the apostle. വെളിപ്പെടുത്തി. He revealed it to the apostle. എനിക്ക് നിങ്ങൾക്ക് ദൈവം അത് വെളിപ്പെടുത്തി. He has revealed this to us. Hallelujah. 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 ആ വചനം വായിച്ച് നിങ്ങൾ ഞാനും അറിഞ്ഞു. When we read that, we understood നിങ്ങൾ ഞാൻ ഒരു ശരീരത്തിലാണ്. that we are in that one body. ദൈവത്തിന് മുമ്പിൽ 9 ശരീരങ്ങളില്ല. In God there is only one body. ഒറ്റ ശരീരമേ ഉള്ളൂ. Only one body. അത് യേശുവിന്റെ ശരീരമാണ്. That is the body of Jesus. യഹൂദനെ കാണുന്ന ആ ശരീരത്തിലൂടെയാണ്. And the Jew is seen through that body. ആഫ്രിക്കക്കാരനെ കാണുന്ന ആ ശരീരത്തിലൂടെ. He sees an African through the body. ഇന്ത്യനായ എന്നെ കാണുന്നത് ആ He ശരീരത്തിലൂടെയാണ്. sees an Indian through the body. എല്ലാവരെയും കാണുന്ന ആ ശരീരത്തിലൂടെയാണ്. Sees everyone through that body. ആ ശരീരത്തിലാണോ? If you are in that body, ആ ശരീരത്തിലുള്ളത് മുഴുവൻ നിങ്ങൾക്കുള്ളതാണ്. you will get all the benefits of that body. Hallelujah. Hallelujah. ഞാൻ ഇത്രയും പറഞ്ഞിട്ട് അതിന്റെ രണ്ടാം ഭാഗം പിന്നെ സംസാരിക്കാമെന്ന് പറഞ്ഞു വിടുകയാണ്. I'll say the second part another time. ഒരു നിമിഷം രണ്ട് കരങ്ങൾ ഉയർത്താം. Lift your hands up. വേണമെങ്കിൽ എഴുന്നേറ്റ് നിൽക്കാം. Stand up, please.
Hallelujah. If you want to stand up, then you can stand up. Right now. ഞാൻ പറഞ്ഞല്ലോ, mighty explosion of the Holy Spirit as healing, as deliverance is going to manifest right now. ഭയങ്കര ദൈവശക്തിയുടെ പ്രദർശനം ഇപ്പോൾ ഇവിടെ നടക്കാൻ വേണ്ടി പോകുന്നു. Demonstration of God's power is going to happen here. എന്താ കാര്യമെന്ന് അറിയാമോ? Do you know why? ഇവിടെ ഇരിക്കുന്ന എല്ലാവരും തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. Because everyone here has known that you are in the body of Christ. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. All have known. നിങ്ങൾ കർത്താവിന്റെ ശരീരത്തിലാണ്. You are in the body of Christ. If you are in the body of Christ. Amen. If you are in the body of Christ, miracle is yours. Miracles are yours. ഞാനൊരു പദം പറയാം, എത്ര പേരെ ഞാൻ കൈയടിച്ച് സ്വീകരിക്കുമെന്ന് എനിക്കറിയത്തില്ല. Miracle is common in the body of Christ. Amen. Miracles are common in the body of Christ. Miracles are common in the body of Christ. You will wonder by seeing a miracle if you are outside the body of Christ. If you are in the body of Christ, miracle will be normal. It's common. Hallelujah. Amen. Hallelujah. 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 ദൈവത്തിന്റെ കർത്താവിന്റെ ശരീരത്തിൽ അത്ഭുതം എന്ന് പറയുന്നത് Miracles are common. നിത്യ സംഭവങ്ങളാണ്. Miracles are daily occurrings in the body of ആ Christ. ശരീരത്തിൽ മറക്കൾ നടന്നല്ല അതിശയം. ആ ശരീരത്തിലായിട്ട് മറക്കൾ നടന്നിട്ടില്ലെങ്കിൽ അതിശയം. It is a surprise if you don't see a miracle in the body of Christ. Get Because these yourself are ready. daily happenings. Get yourself ready. Get ready for it. Get ready for it. Get ready for it. ആ ഹോളിന്റെ പുറത്ത് ആരെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ അവരെ എല്ലാം അകത്തോട്ട് കയറ്റിക്കും. Anyone who's standing outside, let everyone get into the hall. കുഞ്ഞുങ്ങളെ സഹിതം ഭയങ്കര ഒരു ഹോളി All the സ്പിരിറ്റിന്റെ children. ഓവർഫ്ലോ ഇവിടെ നടക്കാൻ വേണ്ടി പോവാണ്. There will be a move of the Holy Spirit here. Right now in Jesus name. Right now. ഇപ്പോ തന്നെ അത് സംഭവിക്കാൻ വേണ്ടി പോവാണ്. This is going to happen right now. ഈ നിമിഷത്തിൽ തന്നെ അത് സംഭവിക്കാൻ പോകുകയാണ്. Right now. നിങ്ങളുടെ ശരീരങ്ങളെ യേശു സ്പർശിക്കാൻ പോകുകയാണ്. God is going to touch your body. കർത്താവിന്റെ ശരീരത്തെ യേശു സ്പർശിക്കാൻ God പോകുകയാണ്. is going to touch his body. Right now. Right now. യേശുവിന്റെ നാമത്തിൽ. In Jesus' name. യേശുവിന്റെ നാമത്തിൽ. In Jesus' name. ഈ സ്ഥലം മുഴുവൻ രോഗവിമുക്തമായി മാറാൻ പോകുകയാണ്. This is going to be free of sickness. ഈ സ്ഥലം മുഴുവൻ രോഗവിമുക്തമായി മാറാൻ This പോകുകയാണ്. place is going to be free of sickness. ഒരുപാട് ഹൃദയത്തിൽ നിന്ന് ബർഡനുകൾ ദൈവം എടുത്തു മാറ്റുകയാണ്. Lot of burdens are going to be removed from the hearts. ഒത്തിരി പേരുടെ ശരീരങ്ങൾ സൗഖ്യമാകാൻ പോകുകയാണ്. Many bodies are going to be healed. എന്താ കാര്യമെന്ന് അറിയാമോ? Do you know why? നിങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. Because you know നിങ്ങൾ കർത്താവിന്റെ ശരീരമാണ്. that you are the body of Christ. You are the body of Christ. You are the body of Christ. You are built upon a cornerstone. You are built on a cornerstone. Hallelujah. 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 We were dead stones and we are living stones through the cornerstone, Jesus. Amen. Get yourself ready. I request all of you to close your eyes for the concentration. Close your eyes. നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് നിങ്ങൾ കണ്ടാട്ടെ നിങ്ങളായിരിക്കുന്ന ശരീരത്തെ. Close your eyes. See the body in which you are. വീക്ക്നെസ് ഇല്ലാത്ത ഒരു ശരീരത്തിലാണ് നിങ്ങളെ ആക്കിയിരിക്കുന്നത്. That is the body which has no weakness. The new created form is revealing. പുതിയതായിട്ട് സൃഷ്ടിച്ചിരിക്കുന്നതിന്റെ യഥാർത്ഥ രൂപം ഇവിടെ വെളിപ്പെടുകയാണ്. The new creation is being revealed here. പുതിയതായിട്ട് എങ്ങനെയാ സൃഷ്ടിച്ചിരിക്കുന്നതെന്നുള്ള യഥാർത്ഥ വെളിപ്പെടൽ ഇവിടെ വെളിപ്പെടുകയാണ്. How you are created as a new creation is being revealed here. Thank you. Thank you. Thank you. Thank you. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ഐഡന്റിറ്റി കണ്ണു തുറന്ന് കാണുകയാണ്. You are seeing your identity in Christ. നിങ്ങൾ കയറിയിരിക്കുന്ന ബോഡി നിങ്ങൾ അറിയുകയാണ്. You are understanding the body in which you are. എങ്ങനെ വേണമെങ്കിലും പ്രാർത്ഥിക്കാം ഇപ്പോൾ. Pray in any way that you want. നിങ്ങളുടെ രോഗമുള്ളിടത്ത് കൈകൾ വെച്ച് പ്രാർത്ഥിക്കാൻ പ്രേരണയുണ്ടോ? പെട്ടെന്ന് ചെയ്തു. If you want to place your hands where you are sick,
Place your hands on the parts that you are sick and pray. പെട്ടെന്ന് കൈവച്ച് പ്രാർത്ഥിച്ചു. Right now, put your hands on the place that you want to be healed. നിങ്ങൾ സൗഖ്യമാവുകയാണ്. You are being healed. പലരിലേക്കും ദൈവശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. God's power is coming on many here. ആസ്മകൾ ഓടി മാറുന്നത് ഞാൻ കാണുന്നു. Asthma is being healed. ആസ്മകൾ ഓടി മാറുന്നത് ഞാൻ കാണുന്നു. I can see asthma being healed. ആസ്മകൾ ഓടി മാറുന്നത് ഞാൻ കാണുന്നു. I can see asthma being healed. ഈ സമയത്ത് തന്നെ അനേകരുടെ മേൽ അകൃപ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. His glory is coming on many. അനേകരുടെ മേൽ അകൃപ വ്യാപരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുന്നു. His glory is coming on many. മനസ്സിനെ നിങ്ങൾ ഏകാഗ്രമാക്കിക്കാട്ടെ. Concentrate. ശരീരത്തെ ഏകാഗ്രമാക്കിക്കാട്ടെ. മനസ്സും ശരീരവും ഏകാഗ്രമാക്കിക്കാട്ടെ. Let your mind and body concentrate. വേഗത്തിൽ നിങ്ങളുടെ ശരീരങ്ങളെ സൗഖ്യമാക്കിക്കാട്ടെ. Let your bodies be healed. യേശുവിൻ നാമത്തിൽ ശരീരങ്ങളെ സൗഖ്യമാക്കിക്കാട്ടെ. In Jesus' name, let the bodies be healed. നിങ്ങളുടെ കൈകൾ വെച്ചുകൊണ്ട് തന്നെ ആ രോഗത്തെ അഴിച്ചാട്ടെ. Place your hand on the place that you are sick and get the sickness out. അതിനെ Break that പുറത്താക്കിക്കാട്ടെ. sickness. അതിനെ പുറത്താക്കിക്കാട്ടെ. Get that sickness out. ഓരോ മക്കളും അത് ചെയ്താട്ടെ. Every person do it. സ്പർശിക്കണമേ നാഥ. Touch of Jesus. തൊടണമേ യേശുവേ. Thank you, Lord. എല്ലാവരെയും സ്പർശിക്കണമേ. Jesus, touch everyone. എല്ലാവരെയും സ്പർശിക്കണമേ. Touch everyone. എല്ലാവരെയും സ്പർശിക്കണമേ. Touch everyone. എല്ലാവരെയും സ്പർശിക്കണമേ. Touch everyone. എല്ലാവരെയും സ്പർശിക്കണമേ. Touch everyone. ഉദരങ്ങളെ സ്പർശിക്കണമേ. Touch the stomachs. ഉദരങ്ങളെ സ്പർശിക്കണമേ. Touch the wombs. ചെവികളെ തുറക്കണമേ. Let the ears be open. കഴുത്തെല്ലുകളെ സ്പർശിക്കണമേ. Touch the necks. ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുഞ്ഞുങ്ങളെ സ്പർശിക്കണമേ. Touch the autistic children. ഓട്ടിസത്തിന്റെ ദുരാത്മാവിനെ അഴിച്ചു കളയണമേ. Let the spirit of autism leave. കർത്താവേ, Jesus. യേശുവേ, Jesus. അടഞ്ഞ ഗർഭപാത്രങ്ങൾ തുറക്കട്ടെ. Let the closed wombs be open. മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാകട്ടെ. Let the childless have children. യേശുവിൻ നാമത്തിൽ In Jesus' name. വന്ധ്യതയുടെ ശാപങ്ങൾ വിട്ടുമാറട്ടെ. Let the spirit of barrenness be. യേശുവിൻ നാമത്തിൽ Amen. കരുണയുണ്ടാകണമേ. Have mercy. ദയയുണ്ടാകണമേ. Have compassion. യേശുവേ, കരുണയുണ്ടാകണമേ. Jesus, have compassion. കർത്താവേ, ദയയുണ്ടാകണമേ. Have mercy, Lord. യേശുവേ, കരുണയുണ്ടാകണമേ. Have compassion, Lord. യേശുവേ, ദയയുണ്ടാകണമേ. Have mercy, Lord. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. Hallelujah. ഓരോ ജീവിതങ്ങളെയും സ്പർശിക്കണമേ. Touch each person here. ഓരോ ജീവിതങ്ങളെയും യേശു സ്പർശിച്ചുകൊണ്ടിരിക്കുന്നു. God is touching each person ഓരോ here. ജീവിതങ്ങളെയും യേശു സ്പർശിച്ചുകൊണ്ടിരിക്കുന്നു. God is touching each യേശുവേ എന്ന് person വിളിക്കുക here. ബ്രദറെ. Call his യേശുവേ name. എന്ന് വിളിക്കുക ചേച്ചി. Call യേശുവേ എന്ന് upon his വിളിക്കുക. name, Jesus. യേശുവേ എന്ന് വിളിക്കുക. തലയിലേക്ക് കൈകൾ വെച്ചുകൊണ്ട് Call upon his എന്റെ name, യേശുവേ എന്ന് Jesus. വിളിക്കുക. ഈ മകനെ യേശു സ്പർശിക്കുന്നത് ഞാൻ കാണുന്നു. God is touching you. ഇയാളുടെ മേൽ കർത്താവിന്റെ സ്പർശനം നടക്കുന്നത് ഞാൻ കാണുന്നു. God is touching you. ഒരു പുതിയ സൃഷ്ടിയാക്കി നിന്നെ മാറ്റുകയാണ്. God is making you a new creation. ഒരു പുതിയ സൃഷ്ടിയാക്കി നിന്നെ മാറ്റുകയാണ്. God is making you a new creation. യേശു എന്നോട് പറയുന്നു, God says, ഞാൻ ഈ മകനെ ഒരു പുതിയ സൃഷ്ടിയാക്കി I am മാറ്റുകയാണ്. making him a new creation. ഒരു ഭയങ്കര ദൈവിക സ്പർശനം ഇയാളുടെ മേൽ വന്ന് വീഴുകയാണ്. God's touch is coming on you. ആദ്യമേ തന്നെ യേശു എന്നോട് പറയുന്നു, God says, ഞാൻ ഇവനെ ഒരു പുതിയ സൃഷ്ടിയാക്കി I am മാറ്റുകയാണ്. making him a new creation. എന്റെ ശക്തിയെ ഞാൻ ഇവന്റെ മേൽ അയക്കുകയാണ്. I am giving my power on him. എല്ലാവരും ഈ മകന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചു. Everyone pray for him. നീ വന്നതുപോലെ മടങ്ങിപ്പോകുകയില്ല. You are not going back as the person you came. യേശുവിന്റെ ശക്തി നിന്നെ തൊടുന്നു. God's power is touching you. കർത്താവിന്റെ മഹത്വം നിന്റെ മേൽ അടിക്കുന്നു. His glory is coming on you. ഓ, ഈ ശരീരം മുഴുവൻ ഓ, ഭയങ്കരമായിട്ട് ആ ശരീരം സൗഖ്യമാകുന്നു. Your body is being healed. ആ വീട്ടിലേക്ക് ദൈവമഹത്വം ഇറങ്ങുന്നു. God's glory is coming into your house. നിന്റെ വീട്ടിലേക്ക് ദൈവമഹത്വം ഇറങ്ങുന്നു മകനെ. God's glory is coming into your house. യേശുവിന്റെ മഹത്വം നിന്റെ ഭാര്യയെ തൊടുന്നു. His glory is touching your wife. ആ വീട്ടിലേക്ക് കർത്താവിന്റെ മഹത്വം പോകുന്നു. യേശുവിന്റെ മഹത്വം ആ വീട്ടിലേക്ക് പോകുന്നു. God's glory is coming into your house. ഓരോ ജീവിതങ്ങളുടെ മേലും ദൈവിക സ്പർശനങ്ങൾ വരുന്നു. God's touch is coming on each person here. യേശുവേ എന്ന് വിളിക്കുക. Call upon his name, യേശുവേ Jesus. എന്ന് വിളിക്കുക ചേച്ചി. Call upon his name, Jesus. ഓടി വരിക എന്റെ അടുത്തോട്ട്. ചേച്ചി, യേശു തൊടുന്ന ഞാൻ കാണുന്നു. God is ചേച്ചി, touching ഇതൊരു you. വലിയ സൗഖ്യമാണ്. God is You know, touching you. കർത്താവിനോട് പറയുന്നത്
പറയുക, ഇതൊരു വലിയ സൗഖ്യമാണ്. This is a big healing. നിന്റെ കഴുത്തിൽ നിന്നൊരു ഭാരമേറിയ നുകത്തെ യേശു എടുത്തു മാറ്റുകയാണ്. God is taking the yoke of burden from you. അത് കേവലം ഒരു അക്ഷരിക ഒരു ആലങ്കാരിക അർത്ഥം മാത്രമല്ല, അതിനൊരു അക്ഷരിക അർത്ഥമുണ്ട്. ഈ മകളുടെ കഴുത്തിൽ നിന്ന് ഒരു തോളിലേക്ക് അതികഠിനമായ വേദന ഇറങ്ങുന്നത് കർത്താവിനെ കാണിക്കുന്നു. There is a pain in your neck which goes to the shoulders. പക്ഷേ യേശു ഇന്നതിനെ എടുത്തു മാറ്റുകയാണ്. God is taking that pain away. കർത്താവിനോട് അങ്ങനെ പറയുന്നു, അത് വെച്ച് പ്രാർത്ഥിക്കാൻ പറയുന്നു. God says to pray for that. യേശുവിൻ നാമത്തിൽ ഈ മകൾ സൗഖ്യമാവുകയാണ്. God, you are being healed in ഓ, Jesus. ഈ മകളുടെ മേൽ കർത്താവിന്റെ ശക്തി പുറപ്പെടുന്ന കാണുക. Power is coming on you. യേശുവിന്റെ റീബ എന്ന് പേരുള്ള ഞാനിപ്പോ പ്രാർത്ഥിച്ച ആരുടെയെങ്കിലും വീടുകളിൽ റീബ എന്ന് Is there a person called Reba in any person whom I have prayed just now? റീബ എന്ന് പേരുള്ള Anyone in your family? റീബ എന്ന് പേരുള്ള ആരെങ്കിലും ഇപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചവരുടെ വീടുകളിലുണ്ടോ? Is ബ്രദറിന്റെ there, വീട്ടിലുണ്ടോ? ഉണ്ടോ? ഓ, സൗഖ്യമാവുകയാണ്. Reba is being healed. No. റീബ എന്ന ആൾക്കാർ വിളിക്കുന്നേ ഉള്ളൂ. റീബി എന്നാണ് പേര്. റീബി എന്നാണ് പേര്. Her name is Rebi. രണ്ട് പേരുകൾ എനിക്ക് കാണാം. റീബ എന്ന് ഞാൻ കാണുന്നു, കർത്താവിനോട് പറയുന്നു റീബി എന്നും അവളെ വിളിക്കുന്നു. റീബ എന്ന് വിളിക്കുന്നു, പക്ഷെ റീബി ആണ് ഒഫീഷ്യൽ നെയിം. പക്ഷെ കർത്താവ് ഇന്ന് സൗഖ്യമാക്കുകയാണ്. God is healing Rebi. റീബി എന്നാണ് അവരുടെ പേര്. ആരാണത്? നിങ്ങളുടെ ഭാര്യ. Wife's name is Rebi. കർത്താവിന്റെ മഹത്വം ഇറങ്ങുന്നു ബ്രദറെ. യേശുവിൻ കർത്താവിന്റെ മഹത്വം വീട്ടിലേക്ക് ഇറങ്ങുന്നു. His glory is coming ഞാൻ into your house. ഈ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോഴാണ് അത് കണ്ടത്. പക്ഷേ കർത്താവിനോട് പറഞ്ഞു, ഇവരുടെ കാര്യമല്ലത്, ഇത് ഇപ്പൊ പ്രാർത്ഥിച്ച ആരുടെയോ കാര്യമാണ്. ഹല്ലേലൂയ. ആ വീട്ടിലേക്ക് ദൈവമാത്രം ഇറങ്ങുക. His glory is coming into your house. സഹോദരിയെ കർത്താവ് സൗഖ്യമാക്കുക. God is healing Rebi. യേശുവേ എന്ന് വിളിച്ചോ, ഇപ്പോ തന്നെ ആ സൗഖ്യം Call നടക്കുക. upon his name Jesus. അങ്ങനെ എന്നോട് എടുത്തു പറയാൻ കർത്താവ് പറയുന്നു. God is telling me to say that. ഞാൻ അദ്ദേഹത്തെ ആദ്യമായിട്ട് കാണുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. I'm seeing you for the first time. ഞാൻ നിങ്ങളെ ആദ്യമായിട്ട് കാണുകയാണ്. അതെ, ഓ, ഇന്ന് ആദ്യമായിട്ടാ വരുന്നേ. ആദ്യമായിട്ട് വരുക. ഓ മൈ ഗോഡ്. കരമടിച്ച്. ഓ ഹല്ലേലൂയ. ദൈവത്തിന്റെ ദയയുടെ കരം ആ വീട്ടിലേക്ക് വരികയാണ്. Hand of compassion is coming on your house. ആ മകളെ കർത്താവ് മാറ്റിമറിച്ചുകൊണ്ടിരിക്കുകയാണ്. God is changing her. അവളെ ആകമാനം യേശു മാറ്റിമറിക്കുകയാണ്. God is transforming her. അവളുടെ വീട്ടിലേക്ക് കർത്താവിന്റെ മഹത്വം ഇറങ്ങുകയാണ്. Glory is coming into your house. അവളുടെ നേച്ചറെ ദൈവം മാറ്റിമറിക്കുകയാണ്. God is changing her nature. സ്വഭാവമേ ദൈവം മാറ്റിമറിക്കുകയാണ്. God is transforming her ഒരു ഭയങ്കര nature. അഭിഷേകം നിങ്ങളുടെ കുടുംബ ജീവിതത്തിലേക്ക് വരികയാണ്. Anointing is coming into your house. വിച്ഛേദിക്കപ്പെടുന്നതിനെ കർത്താവ് ഒട്ടിച്ചേർക്കുകയാണ്. What is being broken, God is connecting or എനിക്ക് attaching കാണാൻ it കഴിയുന്ന together. ദൈവമഹത്വം അവരുടെ വീട്ടിലേക്ക് വ്യാപരിക്കുകയാണ്. Glory is coming into your house. കരമടിച്ചുകൊണ്ട് യേശുവിന് ആരാധന കൊടുക്കുക. Amen. ചേച്ചി അവിടെ നിന്നപ്പോഴേ യേശു എന്നെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഈ മകളെ അത്ഭുതകരമായിട്ട് സൗഖ്യമാക്കുക. He says that he was healing. ഇവിടെ ഇങ്ങനെ ഒരു യോക്ക് തന്നെയാണ് കർത്താവ് എടുത്തു He മാറ്റി. has removed a എന്താ yoke from എന്താ your എന്നോട് neck. പറയൂ. 9 വർഷമായി വിട്ടുമാറാത്ത സ്പോണ്ടിലൈറ്റിസ് വേദനയാണ്. സർജറി ചെയ്തു, യാതൊരു ഫലമുണ്ടായില്ല. ഒരുപാട് ആയുർവേദം ചെയ്തു, ഫലമുണ്ടായില്ല. അവസാനം ഡോക്ടർ പറഞ്ഞത് ലൈഫ് ലോങ് സഹിക്കേണ്ടി വരും. എനിക്ക് പറയാൻ അറിയില്ല. Amen. Jesus. She had neck pains for the last 9 years. She had cervical spondylosis. She had a surgery as well, but it wasn't cured. And the doctors had told her that she would have to suffer it lifelong. ചേച്ചി തലയിൽ നിന്ന് ഇവിടേക്ക് നെറ്റിയിലേക്ക് ഒന്ന് കൈവച്ച്, രണ്ട് കൈ എടുത്ത നെറ്റിയിൽ വെച്ച്, ഇവിടുന്ന് കർത്താവിന്റെ ഇങ്ങനെ His compassion is coming down on you. ഇങ്ങനെ ഒഴുകുകയാ ശരീരം മുഴുവൻ. ഞാനതാ കാണുന്നത്. അതുകൊണ്ട് ഈ ഒരു സ്പോട്ട് കണ്ട, ഇവിടെ മുതൽ ദൈവത്തിന്റെ ദയ ഇങ്ങനെ ഒഴുകുക. His hand of compassion is flowing from here. മുഴുവനായിട്ട് ഒഴുകുക. എന്നിട്ട് കർത്താവ് പറയാ, ഞാൻ ഒരു പുതിയ സൃഷ്ടിയാക്കി ഇവളെ മാറ്റുകയാണ്. I am making her a new ഒരു creation. ഒരു ന്യൂ ക്രിയേഷൻ ആക്കി യേശുവിനെ He മാറ്റുകയാണ്. is making you a new creation. യേശുവേ, യേശുവേ, have mercy on me, Jesus. Have mercy on me, Jesus. Thank you, Jesus. Thank you, Jesus. I trust in you, Jesus. I trust in you. Thank you, Jesus. Thank you.
അതിന് വേണ്ടി പ്രാർത്ഥിക്കണ്ട, അതിന് നന്ദി പറഞ്ഞു. കഴിഞ്ഞു, ആ Thank സംഭവം കഴിഞ്ഞു, Jesus, you're healed. സംഭവം കഴിഞ്ഞു. ഇവിടെ നിന്നപ്പോഴും ആദ്യ അരമണിക്കൂർ മുതൽ ഇതിങ്ങനെ വേദന ഇറങ്ങുമായിരുന്നു അല്ലേ? അതെ ചേച്ചി ഇപ്പൊ നോയിക്കേ, അത് അവിടെ ഉണ്ടോ നോയിക്കേ. എന്റെ യേശു അതിനെ എടുത്തെന്നേ, ഞാൻ കണ്ടെന്നേ, കർത്താവ് അതിനെ എടുത്തോണ്ട് പോന്നെ. ഇല്ല The neck pain is ഇല്ല. healed. കരമടിച്ചോ, യേശുവിന് ആരാധന കൊടുത്തേ. Amen. ചേച്ചി ഇന്ന് ആദ്യമായിട്ടാണോ ഈ മീറ്റിംഗ് കൂടുന്നേ? അതെ ആദ്യമായിട്ട് വരിക. ഓ യേശുവേ. She's coming here for the first time. നിങ്ങൾ മാഞ്ചസ്റ്ററുകാരാണോ? ഞങ്ങൾ ഓക്സ്ഫോർഡിൽ നിന്ന് വരുവാ. ഓക്സ്ഫോർഡിൽ നിന്ന് വരിക. They're coming from Oxford. ഓ, വലിയ ദൈവത്തിന്റെ ദയ ഈ വീട്ടിലേക്ക് ഇറങ്ങി വരിക. His mercy and compassion is coming into your house. ആ സഹോദരന്റെ മേലും ആ ദൈവത്തിന്റെ വലിയ ദയയുണ്ട് കേട്ടോ. His mercy is coming on the house. ഹല്ലേലൂയ. യേശു എന്നോട് പറയുന്ന ഒത്തിരി God says, ഒരുപാട് റിജു വായിക്കാൻ എനിക്കിതേ റിജു അല്ലേ? ബിജു സ്വീകരിച്ചോ? എനിക്ക് കാണാം, ഇതാ എഴുതി വെച്ചിട്ട് BIJU ബിജു അല്ലേ? അതെ അതെ. ഓക്കോ, കർത്താവ് നിന്നെ സ്നേഹിച്ചിരിക്കുക ഒരുപാട്. എന്നോട് കർത്താവ് പറയുന്നു, God says, ഒരു ലൈറ്റ് ഹൗസ് ആക്കി ഈ മകന്റെ വീടിനെ ദൈവം മാറ്റുക. God is making your house a lighthouse. ഒരു പള്ളിക്കകം മുഴുവൻ പ്രകാശപൂരിതമാക്കാൻ ദൈവം തെരഞ്ഞെടുത്ത മനുഷ്യനായത്. You're being chosen to light a church. കർത്താവ് എന്നെ അത് വ്യക്തമായിട്ട് കാണിക്കുന്ന പിക്ചർ എല്ലാം എന്റെ മുമ്പിൽ വ്യക്തമായിട്ട് കാണുന്നു. God is showing the picture very clearly. എന്നിട്ട് എന്നോട് കർത്താവ് എടുത്തു പറയുന്നു, എന്റെ വെളിച്ചത്തെ ഞാൻ ഈ വീട്ടിൽ അയക്കുകയാണ്. He's sending his light to your house. ബ്രദർ ബിജു, രണ്ട് കാര്യം യേശു എടുത്തു പറയുന്നു. ഒന്ന്, നിങ്ങളുടെ വീട്ടിൽ നിന്ന് വർഷങ്ങളായിട്ട് പിന്തുടരുന്ന അലർജികൾ ഓടിപ്പോവുകയാണ്. Allergies in your house are leaving. അയ്യോ, ഈ കുടുംബം മുഴുവൻ ഇന്ന് രക്ഷപ്പെടുക കേട്ടോ. അസൂയയില്ലാത്തവരെല്ലാവരും ഒന്ന് ചേർന്നൊന്ന് പ്രാർത്ഥിച്ചേ. The whole household is being saved today. ഒന്ന് ചേർന്നൊന്ന് പ്രാർത്ഥിച്ചേ. യേശുവിന്റെ All pray നാമത്തിൽ, together. യേശുവിന്റെ നാമത്തിൽ ദൈവ കരുണയുടെ ആ സ്പർശനം The touch of compassion, ഈ വീട്ടിലേക്ക് വ്യാപരിക്കട്ടെ. let it spread in your house. നീ ആയിരിക്കുന്ന കമ്മ്യൂണിറ്റിയിൽ നിനക്ക് ചെയ്യാൻ ചില ശുശ്രൂഷകളുണ്ട്. The community in which you are, you have some work to do there. ആ കാത്തലിക് കമ്മ്യൂണിറ്റിയിൽ നിനക്ക് ചെയ്യാൻ ചിലതുണ്ട്. There is something you have to do in that community. അങ്ങനെ എന്നോട് കർത്താവ് എടുത്തു Catholic പറയുന്നത് community. വേറൊരു കമ്മ്യൂണിറ്റി അല്ല, കാത്തലിക് കമ്മ്യൂണിറ്റിയിൽ He നിനക്ക് says- ചെയ്യാൻ ചിലതുണ്ട്. He says you have work to do in the Catholic community. അവിടെ പ്രകാശപൂരിതമാക്കാൻ ദൈവം നിന്നെ ഉപയോഗിക്കാൻ പോവാ. God is using you to become a light there. ബിജു നാട്ടിലെവിടെ? പാല കത്തോലിക്കനാ. കർത്താവിന്റെ സ്നേഹം ഇന്നങ്ങ് വാരി പുണർന്നിരിക്കുക. എന്നോട് കർത്താവ് ഇങ്ങനെ പറഞ്ഞു, കാത്തലിക് കമ്മ്യൂണിറ്റിയുടെ നടുവിൽ ദൈവം നിന്നെ നിർത്തിയിരിക്കുക. God has made you stand in the midst of the Catholic community to be a light. പാലായിൽ ഏത് കുടുംബക്കാരാ? കാരിപ്പുറം. കാരിപ്പുറം. ഏത് ഭാഗത്താ? രാമപുരത്താണ്. ബ്രദർ, സ്വന്തം ബ്രദർ അച്ഛനാ? അതെ. ഓക്കെ. കാരിപ്പുറം. ഞങ്ങളൊക്കെ പല ബേസാണ്. കൊട്ടാരത്തിലെ ഞാൻ. കൊട്ടാരത്തിലെ അച്ഛൻ എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ അനിയൻ. അറിയാം. കർത്താവിൻ്റെ ഭയങ്കര കാത്തലിക്സിലും ദൈവം ഒരുപാട് പേരെ ഈ ദിവസങ്ങളങ്ങ് ഉണർത്തുക കേട്ടോ. There's a revival coming in the Catholics as well today. ഞങ്ങൾ പാലായിൽ സെബാസ്റ്റ്യനെ അറിയാലോ. സെബാസ്റ്റ്യൻ്റെ പാരീഷ് ഹോളിൽ ഞങ്ങൾ തുടർമാനമായിട്ട് പാലായിൽ ഇപ്പം ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അത് ഒരുപാട് ഭയങ്കര ഉഴവൂർ ഭാഗത്തു നിന്നൊക്കെ
കഴിഞ്ഞിടയ്ക്ക് വന്ന ഒരു സിസിലി ചേച്ചി ബ്ലഡ് ക്യാൻസറിൽ നിന്ന് അത്ഭുതകരമായിട്ട് സൗഖ്യമായി. അപ്പം സെബാസ്റ്റ്യൻ അച്ഛൻ ആദ്യം മീറ്റിംഗ് നടത്തുമ്പം ആ പരീക്ഷകൾ അറിയാമെങ്കിൽ അറിയാം, ഒരു 350 പേർക്കൊക്കെ ഉള്ള ലിമിറ്റേഷൻ ആയിരുന്നെങ്കിൽ ഇപ്പം അതങ്ങ് വൈഡായിട്ട് പന്തലിട്ട് സൈഡെല്ലാം തുറന്ന് 12,000 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന പോലെയായി. Amen. There's a God big is revival moving. going on in Catholics. അറിയാതെ അത് കണ്ടിട്ടുണ്ട് ഓൺലൈൻ. ഓക്കെ. God is moving everywhere. God is moving. God is moving everywhere. Thank you Jesus. Amen. ഒന്ന് യേശുവേ എന്ന് വിളിച്ചേ. Call upon his name, Jesus. ഒന്ന് യേശുവേ എന്ന് വിളിച്ചേ. Call his name, Jesus. നിങ്ങൾ അവന്റെ ശരീരത്തിലാണ്, നിങ്ങൾ കർത്താവിന്റെ ബോഡിയിലാണ്. We are in the body of Christ. ഒരു ബോഡിയില് കാത്തലിക്സ് എന്നോ ഓർത്തഡോക്സ് എന്നോ ഒന്നും വ്യത്യാസമില്ലാതെ ഒരു ബോഡിയിൽ ദൈവം കൊണ്ട് വെച്ചിരിക്കുകയല്ല. We are all in one body. There's no ഹല്ലേലൂയ. difference. നമ്മളാ പറയുന്നത് അത് കാത്തലിക്സാ, അല്ലെങ്കിൽ കാത്തലിക്സിനെ കാണുമ്പോൾ ഒരു സ്നേഹം. ക്നാനായ തോമന്റെ ആൾക്കാർക്ക് ക്നാനായ തോമന്റെ ആൾക്കാരെ കാണുമ്പോൾ ഒരു പ്രത്യേക സ്നേഹം. അതൊക്കെ അതെല്ലാം മാനുഷികമാണ്. പക്ഷെ അതിനെല്ലാം ക്നാനായ തോമന്റെ ആൾക്കാരെയും റോമിന്റെ ആൾക്കാരെയും അന്ത്യോക്യയുടെ ആൾക്കാരെയും പാത്രിയാർക്കീസിൽ കൂട്ടരെയും യാക്കോബ് എല്ലാത്തിനെയും കർത്താവ് ഒരു ബോഡിയിലാണ് കൊണ്ട് വെച്ചിരിക്കുന്നത്. All the denominations are in one body. ഹല്ലേലൂയ. ഒരു ശരീരത്തിലാണ് കൊണ്ട് വെച്ചിരിക്കുന്നത്. All the denominations are in one body. ഈ ഡിനോമിനേഷൻ ബോർഡുകൾ വായിക്കുന്നതിലുപരി ആ ശരീരത്തിന്റെ ആ ഒരു ബോർഡ് വായിക്കുന്നതായിരിക്കും എൻഡ് ടൈം റിവൈവൽ. Rather than looking at the അന്ത്യകാല denominations, look at the body. വിജുബ്രദറെ, കർത്താവ് വ്യക്തമായിട്ട് പറയുന്നു, നിങ്ങൾ മടങ്ങിപ്പോകുന്നത് വെറും കൈയോടെ അല്ല. അക്ഷരാർത്ഥത്തില് കർത്താവ് ആ ഒരു പ്രദേശത്തിന്റെ മുഴുവൻ പ്രകാശമായിട്ട് തന്നെ ദൈവം നിങ്ങളെ എഴുന്നേൽപ്പിച്ചിരിക്കുക. God has made you stand up കർത്താവിന്റെ as the light തെരഞ്ഞെടുപ്പ് of വീട്ടിൽ this വന്നിരിക്കുക. world. Amen. കരങ്ങളെ അടിച്ചുകൊണ്ടെന്ന് യേശുവിനെ Clap ആരാധന your hands and give him glory. ഹല്ലേലൂയ. Hallelujah. ജീസസ്. ഇന്നലെ ഇറ്റലിയിൽ നിന്ന് ഞാൻ രാത്രിയിൽ പോയിട്ട് രാത്രിയിൽ സുബ്രഹ്മണ്യന്റെ വീട്ടിൽ നിന്ന് ഒരു ഇമെയിൽ വായിക്കുകയായിരുന്നു ഇറ്റലിയിൽ നിന്ന്. There was an email from Italy yesterday. കഴിഞ്ഞ ഇടയ്ക്ക് നമുക്ക് ജർമ്മനിയിൽ നിന്ന് സിസ്റ്റർ സുമി ഒരു മെയിൽ അയച്ച കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ. Previously, ഇന്നലെ വന്നത് ഇറ്റലിയിൽ നിന്നാണ്. there was a letter or an email from Italy yesterday. അവിടെ സംഭവിച്ച ഒരു കാര്യമാണ് അവര് പറഞ്ഞത്. There was an incident which happened there. റോസ്ലിൻ എന്നു പേരുള്ള ഒരു സിസ്റ്ററാണ് അവര്. It was a lady called Rosalind. അവര് അവിടെ ചാരിറ്റബിൾ പ്രവർത്തനം ചെയ്യുന്ന ഒരു സമൂഹത്തിലെ കന്യാസ്ത്രീയാണ്. She is a sister in a charitable community. അവര് പറഞ്ഞ വാക്ക് ഇങ്ങനെയാണ്, യാദർച്ഛികമായിട്ട് ഇങ്ങനെ ക്രിസ്ത്യൻ മെസ്സേജ് എന്ന് പറഞ്ഞ് ഇങ്ങനെ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പം യൂട്യൂബിലുള്ള മെസ്സേജസ് കേട്ടാണ് അവർ ആദ്യമായിട്ട് ഗ്രേസ് കമ്മ്യൂണിറ്റി ഗ്ലോബലിന്റെ ശുശ്രൂഷകൾ കാണുന്നത്. She saw the Grace Community YouTube messages online. അപ്പോൾ അവര് അത് കണ്ട ശേഷം അവരിങ്ങനെ ആഗ്രഹിച്ചു, ഈ കൺഫെഷൻ അവിടെ ഒന്ന് കിട്ടണം. She wanted the confession in Italy. അങ്ങനെ അവര് അവരുടെ കോൺവെന്റിൽ തന്നെ ഉള്ള ഒരാളെ ചങ്ങനാശ്ശേരിയിലെ ചെത്തിപ്പുഴ കോൺവെന്റിലുള്ള ആളെ ചങ്ങനാശ്ശേരിയിൽ നടക്കുന്ന മീറ്റിംഗിലേക്ക് വിട്ടു. So she sent a person from her. ഒരു 2 പേജ് ഉണ്ട് ആ ഇമെയിൽ ഡീറ്റെയിൽ, ഞാനത് ചുരുക്കി പറയാം. വിട്ടിട്ട് അവര് ഈ കൺഫെഷൻ മേടിച്ചിട്ട് കൺഫെഷൻ ഇങ്ങനെ ഫോട്ടോ എടുത്ത് വാട്സാപ്പ് വഴിയായിട്ട് അയച്ചു കൊടുത്തു. She took the confession and sent it to Italy. ഭാഷകളിലേക്ക് ഇത് പരിഭാഷപ്പെടുത്തി, ഇത് പ്രഖ്യാപിക്കുവാനായിട്ട് തുടങ്ങി. And they started saying the confession. നമ്മളിപ്പോ ഇവിടെ നടത്തിയ കൺഫെഷൻ, The same confession that we did today. അത് അവർ പറഞ്ഞ വാക്ക് ഇങ്ങനെയാണ്, മെയിലിൽ വന്ന വാക്കുകൾ ഇങ്ങനെയാണ്. ഇപ്പോ അവിടെ ഓരോ ദിവസവും ആൾക്കാര് അവർ പറഞ്ഞ വാക്ക്, ഞാൻ 30 വർഷമായിട്ട് ഈ സന്നദ്ധ സംഘടനകളോട് ബന്ധപ്പെട്ട് പ്രേക്ഷിത പ്രവർത്തനത്തിലാണ്. They have been working there for 30 years, but now അവിടെ 30 വർഷം എന്നല്ല പറഞ്ഞു, 30 വർഷമായിട്ട് അവര് ഈ പ്രേക്ഷിത പ്രവർത്തനത്തിലാണ്. ഈ അടുത്ത നാളുകളിൽ ഇവർ ഈ കൺഫെഷൻ പറഞ്ഞുകൊണ്ട് അടുത്ത് വരുന്നവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. they started saying this confession daily and started praying for the people who came to them. അതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞ ഇതാണ്, അവര് പറഞ്ഞിരിക്കുന്നത്, ഞാൻ അതിന് മുമ്പ് ബിഫോർ പ്രാർത്ഥിക്കുമ്പം എൻ്റെ ഉള്ളിൽ ഒരു ഫിയർ ആയിരുന്നു, പക്ഷെ ഇപ്പൊ പ്രാർത്ഥിക്കുമ്പം എൻ്റെ ഉള്ളിൽ ഒരു വലിയ പീസാണ്.
Previously, when she used to pray for others, she had a fear in her, but now she has a peace when she prays for others. അത്ഭുതം എന്ന് പറയട്ടെ, And she said, miracles. അവരുടെ മെയിൽ അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ബ്രദർ എത്രയും പെട്ടെന്ന് ഇറ്റലിയിൽ വരണം. Her mail ends like this: brother, come to Italy. ഇവിടെ സാക്ഷ്യം പറയാൻ വെമ്പലോടെ 30-ലധികം പേര് കാത്തു നിൽക്കുകയാണ്. There are more than 30 people who want to say their testimonies. നമ്മളവിടെ പോയിട്ടില്ല, We haven't gone there, പക്ഷെ നമ്മുടെ പ്രഖ്യാപനം അവിടെ പോയിട്ടുണ്ട്. but our confession has gone there. ഇപ്പം ഡെയിലി അവരുടെ അടുത്ത് ആൾക്കാർ വരികയാണ് ഇത് പറഞ്ഞ് ചൊല്ലി പ്രാർത്ഥിക്കാൻ വേണ്ടി. So many are coming to them and they are being prayed for and saying this confession. ഞാൻ പറഞ്ഞു വന്നത് ലോകവ്യാപകമായി മുമ്പെങ്ങും കണ്ടിട്ടില്ലാത്ത വലിയൊരു മൂവ് There's a big move of God 2016 കാണുന്നു. in 2016 that we are seeing. ഒരു വലിയ മഴയുടെ മുഴക്കം കേൾക്കുന്നു. We are seeing a big rain coming. ഹല്ലേലൂയ. എന്റെ കൂടെ ഒന്ന് എഗ്രി ചെയ്താട്ടെ. കർത്താവേ, Agree with me. ഞാൻ വിശ്വസിക്കുന്നു I believe അങ്ങ് സകലവും ദിവ്യബലിയിലൂടെ കാൽവരി കുരിശിൽ എനിക്ക് വേണ്ടി ചെയ്തു കഴിഞ്ഞു. you have done everything on the cross for me, God. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. Hallelujah. ആമേൻ. Amen.